നമസ്കാരം. ദക്ഷിണ ലേണിങ്സിൻ്റെ പ്രിലിംസ് ഹാക്കറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ എക്കോളജി ആൻഡ് എൻവയോൺമെൻറ്റ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രൊട്ടക്റ്റഡ് ഏരിയനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നു. നാഷണൽ പാർക്കിനെ കുറിച്ചിട്ടും ഇന്ത്യയിലുള്ള പ്രധാനപ്പെട്ട നാഷണൽ പാർക്കിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. നമ്മൾ ആ പ്രൊട്ടക്റ്റഡ് ഏരിയ നെറ്റ്വർക്കിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഇന്ന് മറ്റ് പ്രൊട്ടക്റ്റഡ് ഏരിയാസ് ആയിട്ടുള്ള വൈൽഡ് ലൈഫ് സാങ്ച്വറീസിനെ കുറിച്ചിട്ടും റാംസർ സൈറ്റിനെ കുറിച്ചിട്ടും ബയോസ്ഫിയർ റിസർവിനെ കുറിച്ചിട്ടായിരിക്കും ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് വൈൽഡ് ലൈഫ് സാങ്ച്വറീസിനെ കുറിച്ചിട്ടൊന്ന് സംസാരിച്ചാലോ. നമ്മൾ ഓൾറെഡി വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് പറഞ്ഞ സമയത്ത് വൈൽഡ് ലൈഫ് സാങ്ച്വറീസിനെ കുറിച്ചിട്ടൊരു അതിൻ്റെ സ്റ്റാറ്റ്യൂട്ടറി റെക്കഗ്നിഷനെ കുറിച്ചിട്ടും അതിലെ ലീഗൽ ഫോർമാലിറ്റീസിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളത് ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്യുകയാണ്. വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ഓർ സെൻട്രൽ ഗവൺമെൻറ് ക്യാൻ നോട്ടിഫൈ ഓർ ഡിക്ലെയർ എൻ ഏരിയ ആസ് സാങ്ച്വറി ഫോർ പ്രൊട്ടക്റ്റിംഗ് വൈൽഡ് ലൈഫ് ആൻഡ് ദി എൻവയോൺമെൻറ്റ്. The government determines the nature and extent of right of persons in or over the land within the sanctuary. നമ്മൾ നാഷണൽ പാർക്ക് പറഞ്ഞ സമയത്ത് ഒരു നാഷണൽ പാർക്കിൻ്റെ അകത്ത് ഹ്യൂമൻ ഇൻ്റർവെൻഷൻസ് തീരെ പാടില്ല എന്നുള്ളൊരു ക്രൈറ്റീരിയ ഉണ്ടായിരുന്നു. നേരെ മറിച്ച് വൈൽഡ് ലൈഫ് സാങ്ച്വറീസിൻ്റെ അകത്ത് ഗവൺമെൻറ് ക്യാൻ ഡിറ്റർമിൻ ഇതിൻ്റെ അകത്തുള്ള റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള പെർമിഷൻസ് എന്തൊക്കെയാണെന്നുള്ള കാര്യത്തിൽ ഗവൺമെൻറ്റിന് ഒരു തീരുമാനം എടുക്കാമെന്നാണ് വൈൽഡ് ലൈഫ് സാങ്ച്വറിയുടെ കേസിൽ പറയുന്നത്. Fixation and alteration of boundary can be done by state legislature via a resolution. മനസ്സിലായോ? ഓക്കെ, ആൻഡ് ദെൻ ലിമിറ്റഡ് ഹ്യൂമൻ ആക്ടിവിറ്റീസ്, നമ്മൾ പറഞ്ഞ പോലെ ലിമിറ്റഡ് ഹ്യൂമൻ ആക്ടിവിറ്റീസ് ഇസ് പെർമിറ്റഡ്. അത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് ആ പെർമിറ്റ് ചെയ്തിരിക്കുന്ന ആക്ടിവിറ്റീസ് ഏതൊക്കെയാണെന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാവുന്നതാണ്. ഹ്യൂമൻ ആക്ടിവിറ്റീസ് സച്ച് ആസ് ടിമ്പർ ഹാർവെസ്റ്റിംഗ്, കളക്ടിംഗ് മൈനർ ഫോറസ്റ്റ് പ്രൊഡക്ട്സ്, പ്രൈവറ്റ് ഓണർഷിപ്പ് റൈറ്റ്സ് ആൻഡ് പെർമിറ്റഡ് ആസ് ലോങ് ആസ് ദേ ഡു നോട്ട് ഇൻ്റർഫിയർ വിത്ത് ആനിമൽ വെൽബീയിങ്. ആനിമൽ വെൽബീയിങ്സിന് പ്രശ്നമാവാത്ത രീതിയിൽ ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസൊക്കെ പെർമിറ്റഡ് ആണ് കേട്ടോ. അൺലിമിറ്റഡ് ഹ്യൂമൻ ആക്ടിവിറ്റീസ് ഇസ് പെർമിറ്റഡ്. ബൗണ്ടറീസ് ഓഫ് എ സാങ്ച്വറീസ് ആർ നോട്ട് ജനറലി ഫിക്സ്ഡ് ആൻഡ് ഡിഫൈൻഡ്. നാഷണൽ പാർക്കിൻ്റെ കേസിൽ ബൗണ്ടറി ഫിക്സ്ഡ് ആണ്, അത് ഡിഫൈൻഡ് ആണ്. നേരെ മറിച്ച് വൈൽഡ് ലൈഫ് സാങ്ച്വറീസിൻ്റെ കേസിൽ ഒരു ഫിക്സ്ഡ് ബൗണ്ടറി ഇതിനുണ്ടാവില്ല, ഒരു ഡിഫൈൻഡ് ബൗണ്ടറി ഇതിനുണ്ടായിരിക്കില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കുക. ആൻഡ് സാങ്ച്വറീസ് ക്യാൻ ബി അപ്ഗ്രേഡഡ് ടു എ സ്റ്റാറ്റസ് ഓഫ് എ നാഷണൽ പാർക്ക്. പക്ഷേ വൈസ് വേഴ്സ അത് കറക്റ്റ് അല്ല. നാഷണൽ പാർക്കിനെ നമുക്ക് ഡൗൺഗ്രേഡ് ചെയ്യാൻ പറ്റില്ല സാങ്ച്വറി ആയിട്ട്, പക്ഷേ സാങ്ച്വറീസിനെ നമുക്ക് നാഷണൽ പാർക്കായിട്ട് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ പല വൈൽഡ് ലൈഫ് സാങ്ച്വറീസും ഇന്ത്യയിൽ നാഷണൽ പാർക്കാക്കിയിട്ട് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, എൻ്റെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ, ഇൻ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്സ് ഈസ് പക്വ വൈൽഡ് ലൈഫ് സാങ്ച്വറി ലൊക്കേറ്റഡ്. ഈ പക്വ വൈൽഡ് ലൈഫ് സാങ്ച്വറിയുടെ വേറൊരു പേരാണ് പക്വ വൈൽഡ് ലൈഫ് സാങ്ച്വറി. അപ്പോൾ ബോത്ത് ആർ കറക്റ്റ്. അത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഈ പറയുന്ന അരുണാചൽ പ്രദേശ് അസമിൻ്റെ ബോർഡറിലാണ് കേട്ടോ. അപ്പോൾ ഈ ആൻസർ അരുണാചൽ പ്രദേശ്, മണിപ്പൂർ, മെഘാലയ ആൻഡ് നാഗാലാൻഡ് തന്നെയാണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റായിട്ട് വരുന്നത്. ഓക്കെ, ഇതാണ് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഉള്ളത്. ആൻഡ് ദെൻ കംസ് ദ ടൈഗർ റിസർവ്സ്. ടൈഗർ റിസർവിൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിൻ്റെ 2006 അമെൻമെൻറ്റിലാണ് ടൈഗർ റിസർവ്സിനെ കുറിച്ചുള്ള നോട്ടിഫിക്കേഷനൊക്കെ ആക്ടിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ദീസ് ആർ ഏരിയാസ് റിസർവ്ഡ് ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ടൈഗർ. നമ്മൾ പറഞ്ഞല്ലോ ടൈഗർ ഒരു അംബ്രല്ല സ്പീഷീസാണ്. ടൈഗർ ഒരു അംബ്രല്ല പോലെ ആക്ട് ചെയ്യും. ആ ടൈഗറിനെ പ്രൊട്ടക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ബാക്കി ജീവികളെയും ആ എൻറ്റയർ ലാൻഡ്സ്കേപ്പിനെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. ഇതിനാണ് നമ്മൾ അംബ്രല്ല സ്പീഷീസ് എന്ന് പറഞ്ഞത്. അപ്പോൾ ടൈഗറിൻ്റെ പ്രൊട്ടക്ഷനോട് കൂടിയിട്ട് ആ എൻറ്റയർ ഹാബിറ്റാറ്റ് നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. The state government on the recommendation of NTCA, നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റിയുടെ റെക്കമെൻഡേഷനോട് കൂടിയിട്ട് നമുക്കൊരു പ്രൊട്ടക്റ്റഡ് ഏരിയയെ നമുക്ക് ടൈഗർ റിസർവ് ആക്കിയിട്ട് നോട്ടിഫൈ ചെയ്യാൻ പറ്റും. ആർക്ക് നോട്ടിഫൈ ചെയ്യാൻ പറ്റും? സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെ നോട്ടിഫൈ ചെയ്യാൻ പറ്റും. നോ ആൾട്രേഷൻ ഇൻ ദ ബൗണ്ടറി ഓഫ് ടൈഗർ റിസർവ് ക്യാൻ ബി മെയ്ഡ്. NTCAയുടെ റെക്കമെൻഡേഷൻ കൂടെ അല്ലാണ്ട് ഈ ബൗണ്ടറിയുടെ ആൾട്രേഷൻ നമുക്ക് ചെയ്യാൻ പറ്റില്ല ഒരു ടൈഗർ റിസർവിൻ്റെ കേസിൽ. ആൻഡ് ക്രിട്ടിക്കൽ ടൈഗർ ഹാബിറ്റാറ്റ്, ഈ കോർ ഓഫ് ടൈഗർ റിസർവിനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ ടൈഗർ ഹാബിറ്റാറ്റ് എന്ന് പറയുന്നത്. അതായത് ടൈഗറിൻ്റെ സർവൈവലിനും അതിൻ്റെ സ്വൈര്യവിഹാരത്തിനുള്ള ഏറ്റവും ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഹാബിറ്റാറ്റിനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ ടൈഗർ ഹാബിറ്റാറ്റ് എന്ന് പറയുന്നത്. പൊതുവേ ഈ ടൈഗർ റിസർവ്സിൻ്റെ കോറൊക്കെ ക്രിട്ടിക്കൽ ടൈഗർ ഹാബിറ്റാറ്റിൽ വരുന്ന ഭാഗങ്ങളാണ്. ഓക്കെ, ദ ടെയിൽ ഓഫ് സരിസ്ക ടൈഗർ റിസർവ്. അപ്പോൾ എങ്ങനെയാണ് ഈ NTCAയുടെ ഫോർമുലേഷൻ? NTCA 2005 നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി 2005 രൂപീകരിക്കുന്നത്. അതിന് 2006 WPA ഒരു സ്റ്റാറ്റ്യൂട്ടറി റെക്കഗ്നിഷൻ കൂടി കൊടുത്തു. അപ്പോൾ അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്, നമ്മൾ ഹിസ്റ്ററിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതാണ് സരിസ്ക ടൈഗർ റിസർവ്. സരിസ്ക ടൈഗർ റിസർവ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. രാജസ്ഥാനിലെ ടൈഗർ റിസർവാണ് സരിസ്ക ടൈഗർ റിസർവ്. ഇത് ഭയങ്കര ഒരു സ്റ്റോറിയാണ് അതിൻ്റെ പുറകിലുള്ളത്. അപ്പോൾ എന്താ അതിൻ്റെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സരിസ്ക ടൈഗർ റിസർവ് രാജസ്ഥാനിൽ അവിടെ ഏകദേശം ഒരു
പഴയ എസ്റ്റിമേറ്റൊക്കെ പ്രകാരം നമ്മൾ മുമ്പ് ടൈഗറിൻ്റെ എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ DFO അല്ലെങ്കിൽ CCF കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് പോലെയുള്ള ഉദ്യോഗസ്ഥർ പിന്നെ സെൻട്രൽ ഗവൺമെൻറ്റിന് ഇതിൻ്റെ ഇപ്പോൾ സെൻസസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും അതിൻ്റെ വിവരങ്ങളൊക്കെ സെൻട്രൽ ഗവൺമെൻറ്റിന് നേരെ എത്തിക്കുക ചെയ്യുക. അപ്പോൾ ജനറലി 1998 പിന്നെ 2000-ൻ്റെ തുടക്കത്തിലൊക്കെ ആ ഒരു സമയത്തേക്ക് ഏകദേശം 16-18 ടൈഗറൊക്കെ സരിസ്ക ടൈഗർ റിസർവിൽ ഉണ്ടെന്നാണ് നമ്മൾ കണക്കുകൾ സൂചിപ്പിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ റീസെൻ്റ്ലി ഒരു 2003-2004 ആയപ്പോഴത്തേക്കും ഈ പറയുന്ന ടൈഗർ റിസർവ്സിൽ 16-18 ടൈഗർ ഉണ്ടെന്നുള്ള കണക്കുണ്ടെങ്കിലും ടൈഗറിന് ആരും സ്പോട്ട് ചെയ്തിട്ടായിട്ടുള്ള പിന്നെ കാര്യങ്ങളൊന്നും അവിടെ റിപ്പോർട്ട് ചെയ്തില്ല. സരിസ്കയിലെ ആൾക്കാർ പോകുന്നുണ്ടെങ്കിൽ ടൈഗറിനെ അവിടെ നിന്ന് കാണുന്നില്ല. പക്ഷേ അവിടെ 18 ടൈഗർ ഉണ്ടെന്നാണ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് പറയുന്നത്. അപ്പം അങ്ങനെ വന്നപ്പോഴത്തേക്കും പെട്ടെന്നൊരു ഡൗട്ട് വരാൻ തുടങ്ങി സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നൊക്കെ. അപ്പോൾ വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ നടത്തിയ ഒരു പഠനത്തിൽ ശരിക്കും അവിടെ പോയിട്ട് ആൾക്കാർ ടൈഗറിൻ്റെ പിന്നെ നേരിട്ടുള്ള കണക്കെടുക്കാനുള്ള ഒരു ശ്രമം നടത്തുകയുണ്ടായി. അങ്ങനെ വന്നപ്പോഴത്തേക്കാണ് മനസ്സിലായത് സരിസ്ക ടൈഗർ റിസർവിൽ ഒരു ടൈഗറും ഇല്ല. അപ്പോൾ അതുവരെയുള്ള കണക്കുകളും കാര്യങ്ങളൊക്കെ മേഡപ്പായിട്ടുള്ള കണക്കുകളായിരുന്നു. കാരണം ഈ കണക്കുകൾ പുറത്ത് വന്നു കഴിഞ്ഞാൽ ടൈഗർ ഇല്ല എന്നുള്ള കണക്കുകൾ വന്നു കഴിഞ്ഞാൽ സിവിയർ ആയിട്ടുള്ള ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഫോൾട്ടാണ് അവിടെ വന്നിരിക്കുന്നത്, ഒരു മാനേജ്മെൻറ്റ് ഫോൾട്ടാണ് അവിടെ വന്നിരിക്കുന്നത്. അത് പുറത്ത് കൊണ്ടുവരാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ അവിടെയുള്ള അതോറിറ്റീസ് എന്ത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ടൈഗർ ഉണ്ടെന്നുള്ള കള്ളക്കണക്ക് കൊടുക്കുക ചെയ്തത്. അത് 2004 പിന്നെ 2004-2005 നടത്തിയ വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ ഇൻവെസ്റ്റിഗേഷനിൽ തെളിയുണ്ടായി. അങ്ങനെ വന്ന ഒരു റിപ്പോർട്ടിൻ്റെ പേരാണ് ജോയിനിങ് ദ ഡോട്ട്സ് എന്നുള്ളൊരു റിപ്പോർട്ട്. ജോയിനിങ് ദ ഡോട്ട്സ് എന്നുള്ള റിപ്പോർട്ടിന് കാരണമാകുന്നത് ഈ സരിസ്കയിലുള്ള ടൈഗറിൻ്റെ ഒരു കൺസർവേഷൻ ഫോൾട്ടാണ്. അപ്പോൾ അതിൻ്റെ ഒരു കവർ പേജാണ് കേട്ടോ കാണുന്നത്. ഈ ജോയിനിങ് ദ ഡോട്ട്സ് എന്ന് പറയുന്ന പോലെ ടൈഗറിൻ്റെ ഒരു ഹാബിറ്റാറ്റൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാം, ഈ പ്രൊട്ടക്റ്റഡ് ഏരിയ നെറ്റ്വർക്ക് വഴി ഈ ടൈഗറിൻ്റെ ഹാബിറ്റാറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളൊരു കൺസർവേഷൻ്റെ ഭാഗമായിട്ടാണ് ജോയിനിങ് ദ ഡോട്ട്സ് എന്നുള്ള വന്നത്. ഈ റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ടാണ് NTCA എന്നുള്ളൊരു ടൈഗർ കൺസർവേഷൻ അതോറിറ്റി ഇന്ത്യക്ക് ആവശ്യമുണ്ട് എന്നുള്ളൊരു ഒരു ആവശ്യം മുന്നോട്ട് വരുന്നത്. അങ്ങനെയാണ് 2005 NTCA ഫോം ചെയ്യുന്നത്. 2006 അതിന് സ്റ്റാറ്റ്യൂട്ടറി റെക്കഗ്നിഷൻ കൊടുക്കുകയും ചെയ്തു, ലീഗൽ റെക്കഗ്നിഷൻ കൊടുക്കുകയും ചെയ്തു കേട്ടോ, WPAയുടെ 2006 അമെൻമെൻറ്റ് പ്രകാരം. അതാണ് NTCAയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. അങ്ങനെയാണ് NTCA വന്നത്. അങ്ങനെ NTCA വന്നപ്പോഴത്തേക്കും ഈ എൻറ്റയർ കൺട്രിയിലുള്ള ടൈഗർ പോപ്പുലേഷൻ മോണിറ്ററിങ് അത് സെൻട്രലൈസ് ചെയ്തു. NTCAയുടെ അനുവാദം ഇല്ലാണ്ട് യാതൊരു തരത്തിലുള്ള ടൈഗർ റിസർവിൻ്റെ റൂൾസും റെഗുലേഷൻസൊക്കെ കംപ്ലീറ്റ് ആയിട്ട് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കൺട്രോളാണ് വരുന്നത്. ഈവൻ ഒരു ടൈഗർ ഇപ്പോൾ ഒരു ടൈഗർ റിസർവിൽ ചത്തുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ NTCAനെ അത് അറിയിക്കണം. NTCAയുടെ നേതൃത്വത്തിലുള്ള പോസ്റ്റ്മോർട്ടം ഒരു പ്രോട്ടോക്കോൾ ഉണ്ട്. ആ പ്രോട്ടോക്കോൾ പ്രകാരം നമുക്ക് ഈ ടൈഗറിനെ നമുക്ക് അതിൻ്റെ കാക്കസസ് ആണെങ്കിലും അതിനെ മറവ് ചെയ്യാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള മോണിറ്റർ NTCAക്ക് നടത്തുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഓരോ 4 വർഷമുള്ള ടൈഗർ സെൻസസും അതിനുശേഷം സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. 2006 തൊട്ട് പിന്നെ 2022 2022 ഇനിയിപ്പോൾ 2026 ഒരു സെൻസസ് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ സ്ട്രീം ലൈൻ ചെയ്യാൻ NTCAയുടെ രൂപീകരണത്തോട് അതേപോലെ ജോയിനിങ് ദ ഡോട്ട്സ് എന്നുള്ള റിപ്പോർട്ടിന് സാധിക്കുകയുണ്ടായി. അപ്പോൾ ഡീറ്റെയിൽഡ് ടൈഗർ മോണിറ്ററിങ് പ്രോട്ടോക്കോളും അതിനുശേഷം ഡെവലപ്പ് ചെയ്യുന്നുണ്ടായി. അപ്പോൾ അതിനുശേഷം പിന്നെ ഇന്ത്യയിലെ ടൈഗർ പോപ്പുലേഷനൊക്കെ ഭയങ്കരമായിട്ടുള്ളൊരു ബൂമാണ്, ഡബിളാണ് ഉണ്ടായിരുന്നത്. 2006 ഏകദേശം 1400 ടൈഗർ ഉണ്ടായിടത്തുനിന്ന് 1400 ടൈഗർ ഉണ്ടായിടത്തുനിന്ന് ഇപ്പോൾ നമുക്ക് ഏകദേശം 3167 ടൈഗറാണ് ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിലുള്ളത്. അപ്പോൾ അത്രയും ഒരു കൺസർവേഷൻ എഫേർട്ട് വന്നത് NTCAയുടെ രൂപീകരണം അതുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതാണ് സരിസ്കയുടെ സ്റ്റോറി എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കുക. ഇൻ 2005 ഇറ്റ് വാസ് റിവീൽഡ് ദാറ്റ് all the tigers in Sariska had disappeared due to poaching despite official record showing presence. അപ്പോൾ അതാണ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ഇതാണ് 2005 ടൈഗർ റിസർവ്സിൻ്റെ മാപ്പ്. 2005 കണ്ടോ 28 ടൈഗർ റിസർവ്സ് ആണ് ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 28 ടൈഗർ റിസർവ്സ് ആണ് ഡെസിഗ്നേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെയൊക്കെ ലൊക്കേഷൻസ് ആണ് ഇവിടെ കാണുന്നത് കേട്ടോ. അത് പിന്നീടോ പ്രസൻ്റ് ആയപ്പോഴത്തേക്കും 58 ടൈഗർ റിസർവ്സിലേക്കായിട്ട് കൂടി, അതായത് മോർ ദാൻ ഡബിൾഡായി. അപ്പോൾ ഇവിടെ കാണാം, ഇവിടെ ഒരു നെറ്റ്വർക്ക് ഉണ്ട്. അതുപോലെ ഇവിടെ വലിയൊരു ഗ്രൂപ്പ് ഓഫ് ടൈഗർ റിസർവ്സ് ഉണ്ട്, ഇവിടെ ഒരു ഗ്രൂപ്പ് ഉണ്ട്,
ഇവിടെ ഒരു പ്രൊട്ടക്റ്റഡ് ഏരിയ നെറ്റ്വർക്ക് ഉണ്ട്, ഇവിടെ ഒരു നെറ്റ്വർക്ക് ഉണ്ട്. അങ്ങനെ ഭയങ്കരമായിട്ടുള്ളൊരു ടൈഗർ റിസർവ്സിൻ്റെ ഒരു നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് NTCA നല്ല രീതിയിലുള്ള ഒരു പരിപാലനം ടൈഗേഴ്സിൻ്റെ കേസിൽ, ടൈഗർ റിസർവ്സിൻ്റെ കേസിൽ ഇന്ത്യയിൽ നടത്തുകയുണ്ടായി. അപ്പോൾ അതാണ് ടൈഗർ റിസർവ്സിൻ്റെയും ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ നടന്നിരിക്കുന്ന ഡെവലപ്മെൻറ്റ്സ്. And now 58 tiger reserves are there, and latest one being the Madhav Tiger Reserve. മധ്യപ്രദേശിലുള്ള മാധവ് ടൈഗർ റിസർവ്സ് ആണ് ലേറ്റസ്റ്റ്. അതിൽ ലാർജസ്റ്റ് എന്ന് പറയുന്നത് നാഗാർജുന സാഗർ ശ്രീശൈലം ടൈഗർ റിസർവ് ആണ്. ആന്ധ്രാപ്രദേശിലുള്ള നാഗാർജുന സാഗർ ശ്രീശൈലം ടൈഗർ റിസർവ് ഇതാണ് ലാർജസ്റ്റ് ടൈഗർ റിസർവ്. അതിന് തന്നെയാണ് ഏറ്റവും കൂടുതൽ ക്രിട്ടിക്കൽ ടൈഗർ ഹാബിറ്റാറ്റ് ഉള്ളത്. ഓക്കെ, ആൻഡ് ദർ ആർ ടൈഗർ റിസർവ് വിത്തൗട്ട് എനി ടൈഗേഴ്സ്. ഇന്ത്യയിൽ ടൈഗർ റിസർവ്സ് ഉണ്ട്, പക്ഷേ അവിടെ എല്ലാ ടൈഗർ റിസർവ്സിലും ടൈഗർ ഉണ്ടാവണം നിർബന്ധമില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ ഓർമ്മയുണ്ട്, കഴിഞ്ഞ ക്ലാസ്സിൽ പന്ന ടൈഗർ റിസർവിൻ്റെ കേസിൽ ധാരാളം ടൈഗർ ഡെൻസിറ്റി അവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നാളെ ചിലപ്പോൾ ടൈഗർ ഡെൻസിറ്റി കൂടിക്കഴിഞ്ഞാൽ കുറച്ച് ടൈഗർ നമുക്ക് റീഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യം വരും. ഇങ്ങനെ റീഇൻട്രൊഡക്ഷൻ്റെ ഭാഗമായിട്ടും നമ്മൾ ചില ടൈഗർ റിസർവ്സിന് ഡെസിഗ്നേറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ ടൈഗേഴ്സ് ഇല്ലെങ്കിൽ കൂടിയും നമ്മൾ ഇവിടെ നിന്ന് ഡെൻസിറ്റി കൂടിയ സ്ഥലങ്ങളിൽ നിന്ന് ടൈഗറിനെ എടുത്തിട്ട് ഇവിടെ റീലൊക്കേറ്റ് ചെയ്യും. അപ്പോൾ അവിടെ ടൈഗേഴ്സായിട്ട് മാറും. അപ്പോൾ അങ്ങനെയുള്ളൊരു പ്രോസസ്സും ഇന്ത്യയിൽ ടൈഗർ പോപ്പുലേഷൻ അസസ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട്, മോണിറ്ററിങ്ങിൻ്റെ ഭാഗമായിട്ട്, മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നത് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ആൻഡ് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ, എമംഗ് ദ ഫോളോയിങ് ടൈഗർ റിസർവ്സ് വിച്ച് വൺ ഹാസ് എ ലാർജസ്റ്റ് ഏരിയ അണ്ടർ ക്രിട്ടിക്കൽ ടൈഗർ ഹാബിറ്റാറ്റ്? നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തതേ ഉള്ളൂ. ക്രിട്ടിക്കൽ ടൈഗർ ഹാബിറ്റാറ്റിൽ ഏറ്റവും കൂടുതലുള്ളത് ലാർജസ്റ്റ് ടൈഗർ റിസർവിൽ തന്നെയാണ് നാഗാർജുന സാഗർ ശ്രീശൈലം ടൈഗർ റിസർവ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ആൻഡ് അതാണ് ടൈഗർ റിസർവ്സിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. നെക്സ്റ്റ് കംസ് ദ റാംസർ കൺവെൻഷൻ ഓൺ വെറ്റ്ലാൻഡ്സ്. ലോകത്തിലെ വെറ്റ്ലാൻഡ്സിൻ്റെയൊക്കെ പ്രൊട്ടക്ഷൻ്റെ ഭാഗമായിട്ട് 1971 ഫെബ്രുവരി 2 സൈൻ ചെയ്തിരിക്കുന്ന ഒരു ഇൻ്റർ ഗവൺമെൻറ്റൽ ട്രീറ്റിയാണ് റാംസർ കൺവെൻഷൻ ഓൺ വെറ്റ്ലാൻഡ്സ് എന്ന് പറയുന്നത്. അതെവിടെ വെച്ചിട്ടാണ് നടന്നത്? ഇറാനിലെ റാംസർ എന്നുള്ള സ്ഥലത്താണ് ഈ ഒരു കൺവെൻഷൻ നടക്കുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മുടെ ഗ്ലോബൽ ഇമ്പോർട്ടൻസ് ഉള്ള വെറ്റ്ലാൻഡ്സിന് ഒരു റെക്കഗ്നിഷൻ കൊടുക്കുകയുണ്ടായി. ഒരു രാജ്യത്തെ ഈ വെറ്റ്ലാൻഡ്സിന് റാംസർ സൈറ്റ് എന്നുള്ള പേരിൽ ഒരു റെക്കഗ്നിഷൻ കൊടുക്കുകയുണ്ടായി. അപ്പോൾ ഇന്ത്യ 1982 ഇതിൻ്റെ പാർട്ടി ആവുകയാണ് ചെയ്തത്. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇന്ത്യയിൽ പല വെറ്റ്ലാൻഡ്സിനെ റാംസർ സൈറ്റ് എന്നുള്ള രീതിയിൽ ഡെസിഗ്നേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനൊരു റാംസർ സൈറ്റായിട്ട് ഡെസിഗ്നേറ്റ് ചെയ്യുമ്പോൾ അതിനൊരു ഗ്ലോബൽ റെക്കഗ്നിഷൻ കിട്ടുകയും അതിന് പ്രൊട്ടക്ഷൻ മെഷേഴ്സ് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യ ഗവൺമെൻറ് അതിൽ മുൻകൈ എടുക്കണം എന്നുള്ളൊരു അതൊരു ലീഗലി ബൈൻഡിങ് അല്ലെങ്കിൽ കൂടിയും അതിനൊരു ഒബ്ലിഗേഷൻ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വരും. ആൻഡ് ഇറ്റ് കീപ്സ് എ മോൺട്രിക്സ് റെക്കോർഡ് കേട്ടോ. ഈ മോൺട്രിക്സ് റെക്കോർഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ റെഡ് ലിസ്റ്റ് എന്നൊക്കെ പറയില്ല, IUCN റെഡ് ലിസ്റ്റിൽ ഒരു സ്പീഷീസിനെല്ലാം ലിസ്റ്റ് ചെയ്യാം. അതേപോലെ ഈ റാംസാർ വെറ്റ്ലാൻഡ്സിൻ്റെ മോൺട്രിക്സ് റെക്കോർഡ് എന്ന് പറയും. ഈ മോൺട്രിക്സ് റെക്കോർഡിൽ നമുക്ക് വേണമെങ്കിൽ റെഡ് ലിസ്റ്റ് ഓഫ് വെറ്റ്ലാൻഡ്സ് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ത്രട്ടൻഡ് ആയിട്ടുള്ള ഇമ്മീഡിയറ്റ് അറ്റൻഷൻ ആവശ്യമുള്ള വെറ്റ്ലാൻഡ്സിനെ കാറ്റഗറൈസ് ചെയ്യുന്ന ഒരു പട്ടികയാണ് മോൺട്രിക്സ് റെക്കോർഡ് എന്ന് പറയുന്നത്. റാംസാർ സൈറ്റ്സ് പൊട്ടൻഷ്യലി അറ്റ് റിസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിൽ ചില സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ മോൺട്രിക്സ് റെക്കോർഡിൽ പെടുത്തിയിട്ടുണ്ട്. ചില വെറ്റ്ലാൻഡ്സൊക്കെ മോൺട്രിക്സ് റെക്കോർഡിൽ പെടുത്തിയിട്ട് പിന്നീട് കൺസർവേഷൻ എഫേർട്സൊക്കെ കാരണം പിന്നീട് ഇമ്പ്രൂവ് ആയതിനു ശേഷം പിന്നെ അതിൽ നിന്ന് എടുത്ത് കളഞ്ഞിട്ടുള്ള വെറ്റ്ലാൻഡ്സുകളൊക്കെ ഉണ്ട്. അപ്പോൾ മോൺട്രിക്സ് റെക്കോർഡിൻ്റെ ഈ ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ടൊന്ന് മനസ്സിലാക്കിയിരിക്കുക. ആൻഡ് ഈ കാണുന്ന ബേർഡ്സ് ഏതാണെന്ന് മനസ്സിലാകുന്നുണ്ടോ? ഇതാണ് ഫ്ലെമിംഗോസ് കേട്ടോ. ഫ്ലെമിംഗോസ് ഇത് ഭരത്പൂർ ബേർഡ് സാങ്ച്വറി എന്നടുത്തൊരു പടമാണ് കേട്ടോ ഫ്ലെമിംഗോ. ഇത് ഗ്രേറ്റർ ഫ്ലെമിംഗോ എന്ന് പറഞ്ഞത്. നമുക്ക് 4-5 സ്പീഷീസ് ഓഫ് ഫ്ലെമിംഗോ ഉണ്ട് ലോകത്ത് മൊത്തം. അത് ഇന്ത്യയിൽ തന്നെ ഗ്രേറ്റർ ഫ്ലെമിംഗോയും ലെസ്സർ ഫ്ലെമിംഗോ ഒക്കെ ഉണ്ട്. ഇത് ഗ്രേറ്റർ ഫ്ലെമിംഗോ ആണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ആൻഡ് കൊളാബറേറ്റിംഗ് പാർട്ട്നേഴ്സ് ഓഫ് റാംസർ കൺവെൻഷൻ കുറച്ചധികം ഇൻ്റർനാഷണൽ ഓർഗനൈസേഷനും NGOs ഒക്കെ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. അവർ ഈ കൺസർവേഷൻ ആക്ടിവിറ്റീസൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്. അതിൽ മെയിനായിട്ടുള്ള ഒന്നാണ് വെറ്റ്ലാൻഡ് ഇൻ്റർനാഷണൽ ആൻഡ് ദെൻ കംസ് ദ ബേർഡ് ലൈഫ് ഇൻ്റർനാഷണൽ. കാരണം റാംസർ വെറ്റ്ലാൻഡ്സ് ധാരാളം ബേർഡ്സിനെ ഹൗസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബേർഡ് ലൈഫ് ഇൻ്റർനാഷണൽ ബേർഡ് കൺസർവേഷൻ്റെ ഭാഗമായിട്ട് അതിനെ അസോസിയേറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. ആൻഡ് ദെൻ കംസ് ദ WWF. And then comes the International Wild Fowl and Wetlands Trust, WWT എന്ന് പറയുന്ന ഓർഗനൈസേഷൻ. ആൻഡ് ദെൻ ദ യൂഷ്വൽ IUCN, International Union for Conservation of Nature and Natural Resources എന്ന് പറയുന്ന IUCNും ഇതിൻ്റെ കൊളാബറേറ്റിംഗ് പാർട്ട്ണറാണ്. ഇത് കൂടാണ്ട് വേറെ കൊളാബറേറ്റിംഗ് പാർട്ട്നേഴ്സ് ഉണ്ട്. നമ്മൾ മെയിനായിട്ടുള്ള പാർട്ട്നേഴ്സിനെ ഡിസ്കസ് ചെയ്തേ ഉള്ളൂ കേട്ടോ.
ആൻഡ് ക്രൈറ്റീരിയ ഫോർ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് റാംസാർ സൈറ്റ്സ്. ഒരു വെറ്റ്ലാൻഡ് നമുക്ക് ചുമ്മാ ഒരു റാംസാർ സൈറ്റായിട്ട് പ്രഖ്യാപിക്കാൻ പറ്റില്ല. അതിന് കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ട്. എന്തൊക്കെയാണ് ക്രൈറ്റീരിയ? ഇറ്റ് മസ്റ്റ് ബി എ യുണീക്ക് വെറ്റ്ലാൻഡ്, contains a rare or unique example of a natural or near natural wetlands. Natural or near natural wetlandsൻ്റെ ഒരു കാറ്റഗറിയിൽ പെടുന്ന വെറ്റ്ലാൻഡ് ആയിരിക്കണം അത്. ദെൻ വാട്ടർ ബേർഡ്സ് റെഗുലർലി സപ്പോർട്ട്സ് 20,000+ വാട്ടർ ബേർഡ്സ്. നമ്മളൊരു വെറ്റ്ലാൻഡ് പോവുകയാണെങ്കിൽ ധാരാളം ഡക്സിനെയും കാട്ടുതാറാവുകൾ എന്നൊക്കെ പറയും, എരണ്ട എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, ധാരാളം ഡക്സിനെയും ഒത്തിരി വാട്ടർ ഫൗൾസിനെയും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഒരു വെറ്റ്ലാൻഡ് റെഗുലർലി ഒരു 20,000-ഓളം ബേർഡ്സിനെയോ അതിൽ കൂടുതൽ ബേർഡ്സിനെയോ അത് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അതിന് നമുക്ക് റാംസാർ സൈറ്റായിട്ട് പ്രഖ്യാപിക്കാം എന്നാണ് ഇതിൻ്റെ ക്രൈറ്റീരിയ പറയുന്നത്. അതേപോലെ സിംഗിൾ സ്പീഷീസ് ഓഫ് എ വാട്ടർ ബേർഡ് സ്പീഷീസ്, അതായത് ലോകത്തിലെ ഒരു പെർട്ടിക്കുലർ സ്പീഷീസ്. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു ഡക്ക് എടുക്കുകയാണെങ്കിൽ നമുക്ക് ലെസ്സർ വിസ്ലിൻ ഡക്ക് എന്ന് പറഞ്ഞൊരു ഡക്ക് ഉണ്ട്, ചൂളൻ എരണ്ട എന്നൊക്കെ നമ്മൾ പറയും. അല്ലെങ്കിൽ പോട്ടെ ഒരു നോർത്തേൺ പിൻടെയിൽ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കൊരു ഡക്ക്, ഓരോ ഡക്കിനുള്ള സ്പീഷീസുകളാണ്. ആ ഒരു പെർട്ടിക്കുലർ സ്പീഷീസ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഗ്ലോബൽ പോപ്പുലേഷൻ, ഫോർ എക്സാമ്പിൾ അതിന് വലിയൊരു ഗ്ലോബൽ പോപ്പുലേഷൻ ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഒരു 5 lakh ഇതിൻ്റെ ഗ്ലോബൽ പോപ്പുലേഷൻ എങ്കിൽ അതിൻ്റെ 1% ഈ വെറ്റ്ലാൻഡ് ഹാർബർ ചെയ്യുന്നുണ്ട്. ചില സമയത്ത് ഈ മൈഗ്രേഷൻ സമയത്തൊക്കെ വലിയൊരു പോപ്പുലേഷനൊക്കെ ഈ വെറ്റ്ലാൻഡിലേക്ക് വന്നിട്ട് മൈഗ്രേറ്റ് ചെയ്ത് കുറച്ച് നാൾ നിന്നിട്ട് പിന്നെ പോകും. അപ്പോൾ വലിയൊരു പോപ്പുലേഷനൊക്കെ അങ്ങനെ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ ഒരു 1% ഓഫ് എ പെർട്ടിക്കുലർ ഇൻഡിവിജ്വൽ സ്പീഷീസ് ഈ വെറ്റ്ലാൻഡിൽ ഹൗസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ വെറ്റ്ലാൻഡും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അതിൻ്റെ ഒരു സ്റ്റോപ്പ് ഓവർ സൈറ്റാണ് ഈ സ്പീഷീസിൻ്റെ. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാലും ഈ റാംസാർ സൈറ്റായിട്ട് നമുക്ക് പ്രഖ്യാപിക്കാൻ പറ്റും. ആൻഡ് എൻഡേഞ്ചേർഡ് സ്പീഷീസിൻ്റെ അകത്തുണ്ടെങ്കിൽ സപ്പോർട്ട്സ് ത്രെറ്റൻഡ്, വൾണറബിൾ, എൻഡേഞ്ചേർഡ് ഓർ ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് സ്പീഷീസ് ഇവിടെയുണ്ട്, അത് ഈ വെറ്റ്ലാൻഡിൽ വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ വെറ്റ്ലാൻഡിനെ പ്രൊട്ടക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അങ്ങനെ വരുമ്പോഴും ഇതിനെ നമുക്ക് റാംസാർ സൈറ്റായിട്ട് പ്രഖ്യാപിക്കാൻ പറ്റും. ഓക്കെ, ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അണ്ടർ ദ റാംസാർ കൺവെൻഷൻ ഇറ്റ് ഈസ് മാൻഡേറ്ററി ഓൺ ദ പാർട്ട് ഓഫ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ടു പ്രൊട്ടക്ട് ആൻഡ് കൺസേർവ് ഓൾ ദ വെറ്റ്ലാൻഡ്സ് ഇൻ ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ. റാംസാർ കൺവെൻഷനെ സംബന്ധിച്ചിട്ട് ഓൾ ദ വെറ്റ്ലാൻഡ്സ് ഇന്ത്യയിൽ പ്രൊട്ടക്ട് ചെയ്യണോ അങ്ങനെ ഒരു ഒബ്ലിഗേഷൻ ഉണ്ടോ? ഇല്ല. എല്ലാ വെറ്റ്ലാൻഡ്സും ഇല്ല. വെറ്റ്ലാൻഡ്സ് ഓഫ് ഇൻ്റർനാഷണൽ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഈ നേരത്തെ പറഞ്ഞ ക്രൈറ്റീരിയ ഒക്കെ ഫോളോ ചെയ്യുന്നത് തന്നെയാണ് നമ്മൾ റാംസാർ സൈറ്റായിട്ട് പ്രഖ്യാപിക്കുന്നത്. അതിനെ നോർമലി പ്രൊട്ടക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. പക്ഷേ ഇത് മാൻഡേറ്ററി ആണോ എല്ലാ വെറ്റ്ലാൻഡ്സും പ്രൊട്ടക്ട് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല. അപ്പോൾ ഓപ്ഷൻ 1 സ്റ്റേറ്റ്മെൻറ്റ് 1 റോങ് ആണ് കേട്ടോ. നെക്സ്റ്റ് ഈസ് ദ വെറ്റ്ലാൻഡ് കൺസർവേഷൻ ആൻഡ് മാനേജ്മെൻറ്റ് റൂൾസ് 2010 were framed by the government of India based on the recommendation of Ramsar Convention. അത് തെറ്റാണ് കേട്ടോ. വെറ്റ്ലാൻഡ് റൂൾസ് 2010 വന്നത് EPA 986 പ്രകാരം, അതായത് എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരമാണ് ഈ പറയുന്ന വെറ്റ്ലാൻഡ്സ് റൂൾസ് 2010 വന്നത്. അത് റാംസാർ കൺവെൻഷൻ്റെ ഭാഗമായിട്ടല്ല. അപ്പോൾ ഓപ്ഷൻ സ്റ്റേറ്റ്മെൻറ്റ് 2 തെറ്റാണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ തന്നെ നമുക്ക് ആൻസർ കിട്ടിയെന്ന് വിചാരിക്കുന്നു. എന്നാലും നമ്മൾ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് നോക്കാം. The wetland rules 2010 also encompass the drainage area or catchment regions of the wetlands as determined by the authority. അത് കറക്റ്റാണ്. അത് വെറ്റ്ലാൻഡിൻ്റെ റൂൾ പ്രകാരം വെറ്റ്ലാൻഡിൽ മാത്രമല്ല ആ വെറ്റ്ലാൻഡിനെ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ഹാബിറ്റാറ്റ് കൂടി പ്രൊട്ടക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. കാരണം അതുകൂടി പ്രൊട്ടക്ട് ചെയ്താൽ മാത്രമേ വെറ്റ്ലാൻഡും അൾട്ടിമേറ്റ്ലി പ്രൊട്ടക്റ്റഡ് ആവുള്ളൂ. അപ്പോൾ ഓപ്ഷൻ 3 അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് 3 എന്ന് പറയുന്നത് കറക്റ്റാണ്. ഓപ്ഷൻ സി ആണ് 3 ഓൺലി കറക്റ്റ് ആൻസറായിട്ട് വരുന്നത്. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിത്ത് റെഫറൻസ് ടു എ കൺസർവേഷൻ ഓർഗനൈസേഷൻ കോൾഡ് വെറ്റ്ലാൻഡ്സ് ഇൻ്റർനാഷണൽ, നമ്മൾ ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ആർ കറക്റ്റ്? It is an intergovernmental organization. It is an intergovernmental organization formed by the countries which are signatories to the Ramsar Convention. കൺട്രീസിൻ്റെ ഒരു ഫോർമേഷനുള്ള ഇൻ്റർ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ അല്ല, ഇതൊരു NGO ആണ്. പിന്നെ ഇൻ്റർ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻ്റെ ഒരു നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷനാണ് വെറ്റ്ലാൻഡ്സ് ഇൻ്റർനാഷണൽ എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ സ്റ്റേറ്റ്മെൻറ്റ് 1 എന്ന് പറയുന്നത് തെറ്റാണ്. It works at the field level to develop and mobilize knowledge and use practical experience to advocate for better policies. അത് തന്നെയാണ് അവരുടെ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഈ പറയുന്ന ഇറ്റ് വർക്ക്സ് at the field level to develop and mobilize knowledge and use practical experience to advocate better policies. കൂടുതൽ ബെറ്റർ പോളിസീസ് ഒക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന ഫീൽഡ് ലെവലിലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ മെയിനായിട്ടുള്ള ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ് ആൻഡ് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസറായിട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് എ വെറ്റ്ലാൻഡ് ഓഫ് ഇൻ്റർനാഷണൽ ഇമ്പോർട്ടൻസ് ഈസ് ബ്രോട്ട് അണ്ടർ ദ മോൺട്രിയക്സ് റെക്കോർഡ്, നമ്മൾ ഡിസ്കസ് ചെയ്തേ ഉള്ളൂ. വാട്ട് ഡസ് ഇറ്റ് ഇംപ്ലൈസ്? Changes in ecological character have occurred or are occurring or are likely to occur in the wetland because of human interference. അത് വളരെ ശരിയായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. നമുക്ക് നെക്സ്റ്റ് നോക്കാം.
The country in which the wetland is located should enact a law to prohibit any human activity within 5 kilometers ഫ്രം ദ എഡ്ജ് ഓഫ് ദ വെറ്റ്ലാൻഡ്. അങ്ങനെ ഒരു ക്ലോസ് ഒന്നും എവിടെയും പറയുന്നില്ല, എനാക്ട് ലോ ഒന്നും പറയുന്നില്ല. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് 2 എന്തായാലും തെറ്റാണ്. The survival of the wetland depends on the cultural practices and traditions of certain communities living in its vicinity, and therefore the cultural diversity therein should not be destroyed. അത് ഈ സ്റ്റേറ്റ്മെൻറ്റ് ഈ പറയുന്നത് വളരെ ശരിയാണ്, പക്ഷെ അത് മോൺട്രിക്സ് റെക്കോർഡായിട്ട് ബന്ധമുണ്ടോ? ഇല്ല, ബന്ധമില്ല. ഇറ്റ് ഈസ് ഗിവൻ ദ സ്റ്റാറ്റസ് ഓഫ് വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്. നോ, വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ബയോഡൈവേഴ്സിറ്റി ആക്ടുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്, അത് മോൺട്രിക്സ് റെക്കോർഡായിട്ട് കണക്റ്റഡ് അല്ല. സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. ആൻഡ് ദെൻ കംസ് ദ റാംസർ സൈറ്റ്സ് ഇൻ ഇന്ത്യ. ഇന്ത്യയുടെ ജോഗ്രഫിക്കൽ ഏരിയയുടെ ഏകദേശം 5% 4.63% ടു ബി എക്സാക്ട് റാംസർ സൈറ്റ്സ് ആയിട്ട് പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ നമുക്ക് 85+ റാംസർ സൈറ്റ്സ് ഉണ്ട്. അത് കൂടി വരുന്നുണ്ട് ഓരോ വർഷവും. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു കണക്ക് പഠിച്ചാൽ മതി. ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് വരികയാണ് ദർ ആർ റഫ്ലി 200 റാംസർ സൈറ്റ്സ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ഏകദേശം 100-നടുത്ത്, ഇപ്പോൾ ഏകദേശം 89 ആയിട്ടുണ്ടെന്നാണ് ലേറ്റസ്റ്റ് കണക്കുകൾ പറയുന്നത്. ബട്ട് നമ്മളത് പഠിക്കുക, ക്ലോസ് ടു 90 ഓർ 85+ റാംസാർ സൈറ്റ്സ് നമുക്ക് ഇവിടെ ഇന്ത്യയിൽ ഡെസിഗ്നേറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കുക. അതിങ്ങനെ കൂടി വരുന്നുണ്ട്. അത് ഏറ്റവും കൂടുതൽ ഏരിയ വൈസ് നോക്കുകയാണെങ്കിൽ ഗുജറാത്താണ് ലാർജസ്റ്റ് ഏരിയ വരുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ കച്ച് റീജിയൻ ഉണ്ടല്ലോ, കച്ച് റീജിയൻ വലിയൊരു ഏരിയ ആണ്. ഗുജറാത്തിൻ്റെ നോർത്തേൺ പോർഷനിൽ വരുന്ന കച്ച് റീജിയൻ ധാരാളം ഏരിയ കവർ ചെയ്യുന്നതാണല്ലോ. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി കഴിഞ്ഞാൽ ലാർജസ്റ്റ് ഏരിയ വരുന്നത് ഗുജറാത്തിലാണ്, പിന്നെ വെറ്റ്ലാൻഡ് ഏരിയ വരുന്നത്. തമിഴ്നാട് ഹാസ് എ മോസ്റ്റ് റാംസാർ സൈറ്റ്സ് ഇൻ ടേംസ് ഓഫ് നമ്പർ. അതിൽ 18 റാംസാർ സൈറ്റ്സ് ആണ് തമിഴ്നാട്ടിൽ വരുന്നത്. ഓക്കെ, ഈ 2 കാര്യം മനസ്സിലാക്കിയിരിക്കാം. അതിൻ്റെ അതിൽ കുറച്ച് പിന്നെ റാംസാർ സൈറ്റ്സിനെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓരോന്നോരോന്നായിട്ട്. അതിൽ ആദ്യം വരുന്നത് ചിലിക്ക ലേക്ക്. ചിലിക്ക ലേക്കിൻ്റെ ലൊക്കേഷൻ വരുന്നത് ഒഡീഷയിലാണ്. ഒഡീഷയിൽ പിന്നെ നമ്മൾ ഒഡീഷയുടെ മാപ്പ് നോക്കുമ്പോഴത്തേക്കും നമ്മൾ ഈ ബേ ഓഫ് ബംഗാളിൻ്റെ കോസ്റ്റില്ലേ, ബേ ഓഫ് ബംഗാളിൻ്റെ കോസ്റ്റിൽ ഈ പറയുന്ന ഇതാണ് കോസ്റ്റൽ റീജിയൻ എങ്കിൽ കോസ്റ്റിനോട് ചേർന്നിട്ട് ഒരു മണൽത്തിട്ടയുണ്ട്. ഈ മണൽത്തിട്ടയുടെ അകത്ത് ഒരു ലേക്കായിട്ടാണ് ഈ പറയുന്ന ചിലിക്ക ലേക്ക് ഉള്ളത്. നേരെ മറിച്ച് ഇവിടെയുള്ള ഈ ഒരു ബാരിയർ ഉണ്ടല്ലോ, ഈ ഒരു ബാരിയർ ഇല്ലെങ്കിൽ നമുക്ക് തോന്നും ഈ പറയുന്ന ഈ കടലുകളൊക്കെ ഇങ്ങനെ കയറിയിരിക്കുന്ന പോലെ തോന്നാം നമുക്ക്. പക്ഷേ ഇവിടെ ഒരു ബാരിയർ ഉള്ളതുകൊണ്ട് അതൊരു ലേക്കായിട്ട് മാറിയിരിക്കാം. അതുകൊണ്ട് നമ്മളതിനെ കോസ്റ്റൽ ലഗൂൺ എന്ന് പറയും. ലാർജസ്റ്റ് കോസ്റ്റൽ ലഗൂണാണ് ഇന്ത്യയിലെ. ഫസ്റ്റ് റാംസർ സൈറ്റ് ഇൻ ഇന്ത്യ കൂടിയാണ് കേട്ടോ. ആൻഡ് ബ്രാക്കിഷ് വാട്ടർ ലഗൂണാണ്. അത് ജസ്റ്റ് ഈ കടലിൻ്റെ തീരത്ത് തന്നെ ഉള്ളതുകൊണ്ട് കടൽ വെള്ളം തന്നെയാണ് ശരിക്കും ഇതിലുള്ളത്, പക്ഷേ അത്രയും സലനിറ്റി ഇല്ല. അതുകൊണ്ട് നമ്മൾ ബ്രാക്കിഷ് വാട്ടർ ലഗൂൺ എന്നാണ് ഇതിനെ പറയാം. ഇറവാടി ഡോൾഫിൻസ്, നമ്മൾ ഈ സ്പീഷീസിൻ്റെ കേസിൽ പറഞ്ഞ സമയത്ത് ഇറവാടി ഡോൾഫിൻസിൻ്റെ ഒരു ഹാർബർ ചെയ്യുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ പറയുന്ന ചിലിക്ക ലേക്ക്. 20% ഓഫ് ഇന്ത്യാസ് സീ ഗ്രാസ് ഡിസ്ട്രിബ്യൂഷൻ കാണുന്നത് ഇന്ത്യയിലാണ്. അപ്പോൾ സീ ഗ്രാസിനെ സംബന്ധിച്ചിടത്തോളം ചിലിക്ക ലേക്കിന് ഭയങ്കരമായിട്ടുള്ളൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇന്ത്യൻ സീ ഗ്രാസ് ഡിസ്ട്രിബ്യൂഷനിൽ ചിലിക്ക ലേക്കിൽ ഏകദേശം 1/5 ഓഫ് ദ ഇന്ത്യൻ സീ ഗ്രാസ് ഇസ് ഫൗണ്ട് ഇൻ ചിലിക്ക ലേക്ക്. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കിയിരിക്കാം. ആൻഡ് ദെൻ കംസ് ദ ഹരീക്കെ വെറ്റ്ലാൻഡ്. ഹരീക്കെ വെറ്റ്ലാൻഡ് എവിടെയാണ് കാണുന്നത്? ഇറ്റ്സ് എ ഷാലോ വാട്ടർ റിസർവയർ. ഭയങ്കര ഡെപ്ത് ഉള്ള ഒരു റിസർവയർ അല്ല, ഇറ്റ്സ് എ ഷാലോ വാട്ടർ റിസർവയർ. അതെവിടെയാണ് കാണുന്നത്? കോൺഫ്ലുവൻസ് ഓഫ് ബിയാസ് ആൻഡ് സത്ലജ്. ബിയാസ് ആൻഡ് സത്ലജ് റിവേഴ്സ് ഉണ്ട്, നമ്മളതിൻ്റെ മാപ്പ് നോക്കുന്നതായിരിക്കും. ബിയാസ് ആൻഡ് സത്ലജിൻ്റെ കോൺഫ്ലുവൻസിലാണ് ഈ പറയുന്ന ഹരീക്കെ വെറ്റ്ലാൻഡ് കാണുന്നത്. റീഇൻട്രൊഡക്ഷൻ ഓഫ് ഗാറിയൽസ്. നമ്മൾ ഗാറിയൽസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മുടെ മുതലവർഗത്തിൽ വരുന്ന ഒരു പോയിൻറ്റഡ് സ്നൗട്ടുള്ള ക്രിട്ടിക്കലി എൻഡേഞ്ചർഡ് ആയിട്ടുള്ള ഒരു സ്പീഷീസാണ് ഗാറിയൽസ്. ഈ ഗാറിയൽസിൻ്റെ റീഇൻട്രൊഡക്ഷൻ സൈറ്റ് കൂടിയാണ് ഹരീക്കെ വെറ്റ്ലാൻഡ്. തൗസൻഡ്സ് ഓഫ് മൈഗ്രേറ്ററി ബേർഡ്സ് വിസിറ്റ് ഹിയർ. ഓട്ടോമാറ്റിക്കായിട്ട് വെറ്റ്ലാൻഡ് ആണല്ലോ, അപ്പോൾ ഒത്തിരി വെറ്റ്ലാൻഡ് ബേർഡ് ഇവിടെ വരുന്നുണ്ട്. 20,000+ ബേർഡ്സ് ഇവിടെ ഹോമാണ് അവരുടെയൊക്കെ. ഇതാണ് ഹരീക്കെ വെറ്റ്ലാൻഡ്സിൻ്റെ ഒരു പിന്നെ മാപ്പ് എന്ന് പറയുന്നത്. നിങ്ങൾ ഈ ഒരു മാപ്പ് നോക്കുകയാണെങ്കിൽ അവിടെ ഇത് പഞ്ചാബിൻ്റെ മാപ്പാണ് കേട്ടോ. പഞ്ചാബിൽ ഈ വരുന്നതാണ് ബിയാസ്. ഇതാണ് ബിയാസ് നദി, ഇതാണ് സത്ലജ് നദി. ഇവിടെ രണ്ടും ഹരീക്കെ ഈ ഒരു ഭാഗത്താണ് ഈ പറയുന്ന ഹരീക്കെ വെറ്റ്ലാൻഡ് ഉള്ളത്. കണ്ടോ, ഇതാണ് ബിയാസ് റിവർ. ഇതും ബിയാസിൻ്റെ തന്നെ ഒരു കൈവഴിയാണ്. ഇത് സത്ലജ് റിവറാണ്. അപ്പോൾ ഈ ഒരു എൻറ്റയർ ഏരിയനെയാണ് നമ്മൾ ഹരീക്കെ വെറ്റ്ലാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതൊന്ന് മനസ്സിലാക്കിയിരിക്കുക എവിടെയാണെന്നുള്ളത്. പഞ്ചാബിലാണ് കേട്ടോ. പഞ്ചാബിൻ്റെ ഏകദേശം ഹൃദയഭാഗത്ത് തന്നെ ആയിട്ടാണ് ഹരീക്കെ വെറ്റ്ലാൻഡ് വരുന്നത്. ഓക്കെ, ദെൻ കംസ് ദ കിയലോഡ നാഷണൽ പാർക്ക്. നമ്മൾ കിയലോഡ നാഷണൽ പാർക്ക് എന്ന് പറയും, കിയലോദേവ് നാഷണൽ പാർക്ക് എന്ന് പറയും.
ഭരത്പൂർ ബേർഡ് സാങ്ച്വറി എന്ന് പറയും. പണ്ട് ഇതിൻ്റെ പേര് ഭരത്പൂർ ബേർഡ് സാങ്ച്വറി എന്നായിരുന്നു. പിന്നീട് അത് കേലാവട നാഷണൽ പാർക്ക് എന്നുള്ള റീനെയിം ചെയ്യുണ്ടായി. രാജസ്ഥാനിലാണ്, മാൻമെയ്ഡ് വെറ്റ്ലാൻഡാണ് കേട്ടോ. ഇതെങ്ങനെ ഒരു മാൻമെയ്ഡ് വെറ്റ്ലാൻഡ് ആയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പണ്ട് ഈ ഭാഗത്തൊക്കെ മഴക്കാലത്തൊക്കെ മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ഡ്രെയിനായി പോവുക ചെയ്യുക. അത് ഈ പറയുന്ന പോലെ കുറച്ചുകൂടി ഏരിയഡ് ആയിട്ടുള്ള ഏരിയ ആയിരുന്നു. പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ അവിടെയുള്ള പഴയ രാജാക്കന്മാർ ഡൈക്കുകൾ ക്രിയേറ്റ് ചെയ്തു. ഡാം നിങ്ങൾക്ക് എന്താണെന്ന് പറയാം. ഡാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഒരു ഡാം എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം. ഇവിടെ നോർമലി പണിയുന്ന തടയണകളെയാണ് നമ്മൾ ഡാം എന്ന് പറയുന്നത്. അതായത് എബോവ് സർഫസിൽ പണിയുന്ന ഡാമുകളെയാണ് നമ്മൾ, എബോവ് ഗ്രൗണ്ട് പണിയുന്ന തടയണകളെയാണ് നമ്മൾ ഡാം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും, ഈ പിന്നെ വെള്ളം കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ ഫില്ലാവും അല്ലേ, ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് വെള്ളം ഫില്ലാവും ഡാം ഇവിടെ പണിത് കഴിഞ്ഞാൽ. പക്ഷേ നോർമലി നമ്മൾ ഡൈക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഡൈക്ക് എന്ന് പറഞ്ഞാൽ എന്താ, ബിലോ ഗ്രൗണ്ട് ഡാമുകളെയാണ് നമ്മൾ ഡൈക്ക് എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ ഡൈക്കുകൾ ക്രിയേറ്റ് ചെയ്യുന്നത്? ഡൈക്കുകൾ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നോർമലി ഇതൊരു സർഫസ് എന്ന് വെച്ചാൽ, ഈ സർഫസിൽ നമ്മൾ ഡൈക്ക് ക്രിയേറ്റ് ചെയ്യുന്നത്, ഇതിപ്പോൾ സർഫസ് ആണെങ്കിൽ നമ്മൾ സർഫസിൽ നിന്ന് കുഴിച്ചിട്ട് വലിയൊരു ബാരിയർ ഇവിടെ ക്രിയേറ്റ് ചെയ്യും. ഇത് ലെങ്ത്ത് വൈസ് നല്ല ലെങ്ത്ത് ഉണ്ടാകുന്നത്. ഇതിപ്പോൾ അതിൻ്റെ ഒരു ക്രോസ് സെക്ഷണൽ വ്യൂ ആണ്. ഇത് നല്ല ലെങ്ത്ത്, ഇത് അങ്ങോട്ടേക്കായിട്ട് സർഫസിലേക്കല്ല കേട്ടോ, ഇതിൻ്റെ പിന്നെ ബിലോ ഗ്രൗണ്ട് ആണെന്നുള്ളൊരു കാര്യം ഓർക്കണേ. അപ്പോൾ ഇത് ബിലോ ഗ്രൗണ്ടാണ്. ഇങ്ങനെയാണ് ഡൈക്കുകൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇത് ബിലോ ഗ്രൗണ്ടാണ്. അപ്പോൾ ഈ ഡൈക്ക് ക്രിയേറ്റ് ചെയ്യുന്നതിനാ, ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ വാട്ടർ ഉണ്ടല്ലോ, ഇവിടെയുള്ള ഈ വാട്ടർ, ഈ പിന്നെ ഇതൊരു വെറ്റ്ലാൻഡ് ആണെങ്കിൽ ഇവിടെയുള്ള വാട്ടർ ഇതിങ്ങനെ ഇവിടെ തന്നെ സ്റ്റാഗ്നൻ്റ് ആയിട്ട് കിടക്കും. അതായത് ഈ ഭൂമിയിലേക്ക് പെർക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാലും വേറെ പുറത്തേക്ക് മൂവ് ചെയ്യാൻ ഇതിന് സമ്മതിക്കില്ല. അപ്പോൾ കുറേ നാൾ കഴിയുമ്പോൾ എന്താവും, ഈ ഡൈക്കുകൾ ചുറ്റും പണിയുന്ന ഒരു സ്ഥലത്ത് ഒരു വെറ്റ്ലാൻഡായിട്ട് മാറും. ഇങ്ങനെയാണ് അവിടെയുള്ള വാട്ടർ കൺസർവേഷൻ പണ്ടത്തെ രാജാക്കന്മാർ ചെയ്തിരുന്നത്. അപ്പോൾ ഭരത്പൂർ ഇങ്ങനത്തെ കുറേ ഡൈക്കുകൾ ഇവർ പണിത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവില്ല ഇവിടെ ഡൈക്കുള്ളത് കാണുമ്പോൾ മനസ്സിലാവില്ല, കാരണം അത് ബിലോ ഗ്രൗണ്ടിലിരിക്കുക. പക്ഷെ അവിടെ മൊത്തം കുറേ നല്ല നീണ്ട് കിടക്കുന്ന പാടം പോലെ നമുക്ക് ഫീൽ ചെയ്യും. ആ പാടത്തിൻ്റെ ഒക്കെ വരമ്പുകളിൽ ഡൈക്കുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കാലക്രമേണ ഈ എൻറ്റയർ ഏരിയ എന്തായി ഒരു വെറ്റ്ലാൻഡായിട്ട് മാറി. അത് പിന്നീട് കുറേ ബേർഡ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സൈറ്റായിട്ട്, വെറ്റ്ലാൻഡ് സൈറ്റായിട്ട് മാറി. അതാണ് മാൻ മെയ്ഡ് വെറ്റ്ലാൻഡ് ഹാബിറ്റായിട്ട് എന്ന് നമ്മൾ കേലാവട നാഷണൽ പാർക്കിൻ്റെ കേസിൽ പറയുന്നത്. ബ്രീഡിങ്, വിൻറ്ററിങ് ആൻഡ് സ്റ്റേജിങ് മൈഗ്രേറ്ററി ബേർഡ്സ് ആണ്. യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റാണ്. വാസ് എ ലാസ്റ്റ് റെഫ്യൂജ് ഫോർ സൈബീരിയൻ ക്രെയിൻ. സൈബീരിയൻ ക്രെയിൻ എന്ന് പറഞ്ഞിട്ട് ഒരു ബേർഡ് ഉണ്ട്, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക. സൈബീരിയൻ ക്രെയിൻ നല്ല ഭംഗിയുള്ള ഒരു വെളുത്ത പക്ഷിയാണ്. ആ സൈബീരിയൻ ക്രെയിൻ പണ്ട് ഭരത്പൂരിലേക്ക് സ്ഥിരമായിട്ട് വരുമായിരുന്നു. അതെങ്ങനെ വരുന്നത് വെച്ചാൽ, നമ്മൾ റഷ്യയുടെ ഭാഗത്ത്, സൈബീരിയയുടെ ഭാഗത്തു നിന്നൊക്കെയാണ് അത് ഇന്ത്യയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ടും ഇന്ത്യയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് പിന്നെ ഇന്ത്യയിലേക്ക് ഇങ്ങോട്ട് കയറാൻ വേണ്ടിയിട്ട് ഒരു ബാരിയർ ഉണ്ട്. എന്താ, ഹിമാലയാസ് വലിയൊരു ബാരിയറാണ്. ഹിമാലയാസിൻ്റെ മേലെ കൂടി ഇത് പറന്ന് പോകാറില്ല. അപ്പോൾ ഹിമാലയാസ് ബാരിയർ ആയതുകൊണ്ട് തന്നെ ഇത് എങ്ങനെ ഇന്ത്യയിലേക്ക് വരിക, തിരിച്ച് ജമ്മു കാശ്മീർ വഴി പാകിസ്ഥാൻ വഴി ചുറ്റിയിട്ട് പാകിസ്ഥാൻ വഴിയാണ് ഹിമാലയാസൊക്കെ അതിൻ്റെ പ്രതിബന്ധങ്ങളൊക്കെ ഒഴിവായതിനു ശേഷമാണ് ഇന്ത്യയിലേക്ക് കയറുക. പാകിസ്ഥാൻ വഴിയായിരുന്നു ഇത് കയറിക്കൊണ്ടിരുന്നത്. പാകിസ്ഥാനിൽ കുറേ പോച്ചേഴ്സും ഹണ്ടേഴ്സും ഇതിൻ്റെ വഴി നോക്കി നിന്നിട്ട് അതിനെ ഹണ്ട് ചെയ്ത് കൊല്ലുമായിരുന്നു. അങ്ങനെ ഇന്ത്യയിലേക്ക് വരുന്ന പോപ്പുലേഷൻ കംപ്ലീറ്റ് ആയിട്ട് വൈപ്ഡ് ഔട്ടായി സൈബീരിയൻ ക്രെയിൻ്റെ കേസിൽ. അപ്പോൾ ഇപ്പോൾ ഏകദേശം 1998 അവസാനമായിട്ട് സൈബീരിയൻ ക്രെയിനിനെ ഭരത്പൂർ കണ്ടത്. അതിനുശേഷം സൈബീരിയൻ ക്രെയിനിനെ ഭരത്പൂർ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കാരണം ആ ഇന്ത്യയിലേക്ക് വരുന്ന പോപ്പുലേഷൻ കംപ്ലീറ്റ് ആയിട്ട് പോച്ചതായി എന്നാണ് പറയുന്നത്. വേറെ പോപ്പുലേഷൻ ലോകത്തിൽ നോക്കുമ്പോൾ വേറെ പോപ്പുലേഷൻസ് ഉണ്ട് സൈബീരിയൻ ക്രെയിൻ്റെ. പക്ഷേ ഇന്ത്യയിലേക്ക് വരുന്ന പോപ്പുലേഷൻ കംപ്ലീറ്റ് ആയിട്ട് ഓൾമോസ്റ്റ് എൻറ്റയർലി വൈപ്ഡ് ഔട്ട് ആണെന്നാണ് പറയാം. അപ്പോൾ നൗ ആബ്സെൻ്റ് ആണ് കേട്ടോ, ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. നെക്സ്റ്റ് ആണ് കൊല്ലേരു ലേക്ക്. കൊല്ലേരു ലേക്ക് എവിടെയാണ് കാണുന്നത്? ഇത് കാണുന്നത് KG ബേസിനിലാണ്. KG ബേസിൻ, അതായത് നമ്മുടെ ഈ ആന്ധ്രാപ്രദേശിൻ്റെ ഒക്കെ ഈ ഒരു ഭാഗത്ത് നമ്മുടെ പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ, നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഗോദാവരി റിവറുണ്ട്. ഇത് ഗോദാവരി റിവറാണ്. ഇത് കൃഷ്ണ റിവറാണ്. ഈ കൃഷ്ണ റിവറിന് ഗോദാവരി റിവറിൻ്റെയും ബേസിനിൽ അതിൻ്റെ ഇടയ്ക്ക് കാണുന്ന രണ്ട് എസ്റ്റോറീസിൻ്റെ ഇടയ്ക്ക് കാണുന്ന ഒരു വലിയൊരു ലേക്കാണ് കൊല്ലേരു ലേക്ക് എന്ന് പറയുന്നത്. സേഫ് ഹെവൻ ഫോർ പെലിക്കൻസ്. പെലിക്കൻസിനെ ധാരാളമായിട്ട്
പിന്നെ നെസ്റ്റിങ് നടത്തുന്ന ഒരു ഏരിയയാണ് കൊല്ലേരു ലേക്ക്. പണ്ട് അവിടെ ധാരാളം മരങ്ങളുണ്ടായിരുന്നേ. പിന്നീട് ഈ മരങ്ങളൊക്കെ ആൾക്കാർ കുറേയൊക്കെ വെട്ടി നശിപ്പിച്ചു. പക്ഷേ പിന്നീട് ഈ കൊല്ലേരു ലേക്കിൻ്റെ ഇമ്പോർട്ടൻസും പെലിക്കൻ ട്രീസിൻ്റെ ഒക്കെ ഇമ്പോർട്ടൻസ് മനസ്സിലായതിനു ശേഷം ആൾക്കാർ എന്ത് ചെയ്തു, കൺസർവേഷൻ എഫേർട്സ് സ്റ്റാർട്ട് ചെയ്തു. അവിടെ ധാരാളം ഇതുപോലെ പില്ലേഴ്സ് പിന്നെ ഇറക്റ്റ് ചെയ്യേണ്ടത്, കുറേ പില്ലേഴ്സ് ഇറക്റ്റ് ചെയ്തിട്ട് ഈ പില്ലേഴ്സിൻ്റെ മേലെ എന്ത് ചെയ്തു, ഒരു പ്ലാറ്റ്ഫോം വെച്ചിട്ട് അതിൽ നെറ്റ് പണിതു. ഇവിടെ ധാരാളം പെലിക്കൻസ് വന്നിട്ട് കൂട് കെട്ടാൻ തുടങ്ങി. അതാണ് ഈ പറയുന്ന കൊല്ലേരു ലേക്കിലെ ഒരു പെലിക്കൻ ട്രീ കൺസർവേഷൻ എഫേർട്സ് എന്ന് പറയുന്നത്. ഇതാണ് പെലിക്കൻ. ഇതിന് നമ്മൾ സ്പോട്ട് ബിൽഡ് പെലിക്കൻ എന്ന് പറയും. 3-4 സ്പീഷീസ് ഓഫ് പെലിക്കൻസ് നമുക്കുണ്ട്. ഇത് നമ്മൾ സ്പോട്ട് ബിൽഡ് പെലിക്കൻ എന്ന് പറയും. സ്പോട്ട് ബിൽഡ് കേട്ടോ, ഇറ്റ്സ് നോട്ട് റിയലി ഇമ്പോർട്ടൻറ്റ്, ബട്ട് പെലിക്കൻ എന്ന് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. സ്പോട്ട് ബിൽഡ് പെലിക്കൻ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് സാമ്പാർ ലേക്കാണ്. രാജസ്ഥാനിലെ സാമ്പാർ ലേക്ക് എന്ന് പറയും. ഇന്ത്യാസ് ലാർജസ്റ്റ് ഇൻലാൻഡ് സോൾട്ട് വാട്ടർ ലേക്കാണ്. ഇന്ത്യയിൽ കുറേ സോൾട്ട് വാട്ടർ ലേക്ക് ഉണ്ട്. അതിൽ ലാർജസ്റ്റ് ഇൻലാൻഡ് സോൾട്ട് വാട്ടർ ലേക്ക് സാമ്പാർ ലേക്കാണ് കേട്ടോ. പിന്നെ ചിലിക്കയാണ് ഏറ്റവും വലിയ ലേക്ക്. സോൾട്ട് വാട്ടർ ലേക്ക് ഏറ്റവും വലുത് ചിലിക്കയാണ്. നമ്മൾ ലഗൂണാണെന്ന് പഠിച്ചു. അതിൽ ഇൻലാൻഡ് സോൾട്ട് വാട്ടർ ഈ പറയുന്ന സാമ്പാറാണ്. മറ്റേത് ഇൻലാൻഡ് അല്ല കേട്ടോ, അത് കോസ്റ്റൽ ലഗൂണാണ്. ഓക്കെ, ഇറ്റ്സ് എ വിൻറ്ററിങ് ഏരിയ ഫോർ തൗസൻഡ്സ് ഓഫ് ഫ്ലെമിംഗോസ്. ഫ്ലെമിംഗോസിനെ കുറിച്ച് നമ്മൾ നേരത്തെ ജസ്റ്റ് പറഞ്ഞിരുന്നത്. ഇതാണ് ഫ്ലെമിംഗോസ് ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും വന്നിട്ട് മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. അതിൽ ഈ സാമ്പാറിനെ സംബന്ധിച്ചിടത്തോളം തൗസൻഡ്സ് ഓഫ് ഫ്ലെമിംഗോസിനെ അത് ഹോസ്റ്റ് ചെയ്യുന്നുണ്ട്. കച്ചിലും ധാരാളം ഫ്ലെമിംഗോസ് വരും കേട്ടോ. അപ്പോൾ സാമ്പാറിൻ്റെ കേസിൽ അതൊരു ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഫോട്ടോ കണ്ടോ നിങ്ങൾ, ധാരാളം സോൾട്ട് പാൻസ്, ഭയങ്കര സോൾട്ട് ആയിട്ടുള്ള ഒരു പിന്നെ ഹാബിറ്റാറ്റാണ് കേട്ടോ സാമ്പാർ എന്ന് പറയുന്നത്. ഡെസേർട്ടിലുള്ള ഹാബിറ്റാറ്റ് ആയതുകൊണ്ടായിരിക്കണം. പിന്നെ നല്ല ചൂട് അവിടെയുണ്ട്, അപ്പോൾ ധാരാളം വെള്ളം എവാപ്പറേറ്റ് ചെയ്ത് പോവും. അപ്പോൾ അവിടെയുള്ള സോൾട്ടിൻ്റെ അതിപ്രസരം കാരണം ധാരാളം സോൾട്ട് എന്താണ് ഉപ്പുപാടങ്ങൾ ധാരാളമായിട്ട് സാമ്പാർ ലേക്കിലുണ്ട്. ഈ കാണുന്നൊക്കെ ഉപ്പുപാടങ്ങളാണ് കേട്ടോ. സോൾട്ട് പാൻസ്, മഡ് ഫ്ലാറ്റ്സ് ആൻഡ് ഫ്രിയാറ്റിക് വെജിറ്റേഷൻ. ഫ്രിയാറ്റിക് വെജിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഇത്തരം ഹാബിറ്റാറ്റിലുള്ള വെജിറ്റേഷനാണ് നമ്മൾ ഫ്രിയാറ്റിക് വെജിറ്റേഷൻ എന്ന് പറയുന്നത്. സോൾട്ട് ടോളറൻ്റ് ആയിട്ടുള്ള ഈ ഒരു ഹാബിറ്റാറ്റിന്. ആൻഡ് ഫ്ലെമിംഗോസിൻ്റെ കേസ് നമ്മൾ പറഞ്ഞു. ഇതിൻ്റെ കേസിൽ, സാമ്പാറിൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞ ഒരു ഫിനോമിനാണ് ഏവിയൻ ബോട്ടുലിസം എന്ന് പറയുന്ന ഒരു ഫിനോമിനൻ. ഏവിയൻ ബോട്ടുലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഈ സാമ്പാർ ലേക്കിൽ വലിയൊരു ലേക്കാണല്ലോ. ഇവിടെ സമ്മർ സീസണിൽ പ്രത്യേകിച്ച് ഡ്രോട്ടിൻ്റെ സമയത്തൊക്കെ ധാരാളം വാട്ടർ എവാപ്പറേറ്റ് ചെയ്ത് പോകും. ആ ഒരു കണ്ടീഷനിൽ സോൾട്ട്, ഇതിൻ്റെ ഈ ലേക്കിലുള്ള സോൾട്ട് കണ്ടീഷൻ ഭയങ്കരമായിട്ട് കൂടാൻ തുടങ്ങും. ഇങ്ങനെ കൂടുന്ന സമയത്ത് അവിടെ ഓൾമോസ്റ്റ് ആയിട്ട് വെജിറ്റേഷൻസും ധാരാളമായിട്ടുണ്ടാവുമല്ലോ. ഈ വെജിറ്റേഷൻ്റെ ഡീകമ്പോസിഷൻ, പിന്നെ ഇൻക്രീസ്ഡ് സോൾട്ട്, ഇതൊക്കെ കൂടുമ്പോഴത്തേക്കും അവിടെ ധാരാളം മൈക്രോബ്സ്, ഓട്ടോമാറ്റിക്കായിട്ട് മൈക്രോബ്സ് ഇവിടെ വരും. ഈ മൈക്രോബ്സിൻ്റെ ഡീകമ്പോസിഷൻ കൊണ്ട് ആ ഒരു പ്രത്യേക സമയത്ത് ധാരാളം പിന്നെ ഒരു പ്രത്യേക സ്പീഷീസിലുള്ള ഒരു ബാക്ടീരിയ അവിടെ പ്രൊലിഫറേറ്റ് ചെയ്യാൻ തുടങ്ങും. ഈ ബാക്ടീരിയയുടെ പേരാണ് ക്ലോസ്ട്രീഡിയം ബോട്ടുലിക്കം. ക്ലോസ്ട്രീഡിയം ബോട്ടുലിക്കം എന്ന് പറയുന്ന ഒരു സ്പീഷീസ് ഓഫ് ബാക്ടീരിയ അവിടെ ഡെവലപ്ഡ് ആവും. ഈ സ്പീഷീസ് ഓഫ് ബാക്ടീരിയ ഒരു കെമിക്കൽ പ്രൊഡ്യൂസ് ചെയ്യും. ഇത് നമ്മൾ ബോട്ടുലിൻ എന്ന് പറയും. ബോട്ടുലിൻ ഇത് ഭയങ്കര ടോക്സിക് ആയിട്ടുള്ള ഒരു കെമിക്കലാണ്. അപ്പോൾ ഈ ഒരു സീസണിൽ, പ്രത്യേകിച്ച് വെജിറ്റേഷനൊക്കെ അഴുകുന്ന ഒരു സീസണിൽ ധാരാളം ഇതുപോലെയുള്ള ഇതുപോലെയുള്ള പിന്നെ ഡീകമ്പോസിങ് മാറ്റർ അവിടെ വരികയും ധാരാളം ക്ലോസ്ട്രീഡിയം പിന്നെ പ്രൊലിഫറേറ്റ് ചെയ്യുകയും ചെയ്യും. അങ്ങനെ ഉണ്ടാകുന്ന ആ ഒരു സമയത്ത് ഈ ബേഡ്സ് എന്താ ഫീഡ് ചെയ്യുക, വാട്ടർ ഫീഡ് ചെയ്യും, ഇതിൻ്റെ അകത്തുള്ള വെജിറ്റേഷനൊക്കെ ഫീഡ് ചെയ്യാം. അപ്പോൾ ഈ കംപ്ലീറ്റ് ഈ ടോക്സിൻ ഈ ബേഡ് ഇൻടോക്സിക്കേറ്റഡ് ആവുകയും ഇത് ബേഡ്സിനെ കംപ്ലീറ്റ് ആയിട്ട് ബേഡ്സിൻ്റെ കംപ്ലീറ്റ് മൂവ്മെൻറ്റ് ബാധിക്കും. ടോക്സിനാണ്. ബേഡ്സ് ചത്തുപോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചത്തുപോകുന്ന സമയത്ത് മാസ് മോർട്ടാലിറ്റി ഏകദേശം 2019 ഒരു സിറ്റുവേഷനിൽ 18,000-ഓളം ബേഡ്സ് ഒരു സമയത്ത് ചത്തുപോയി. ഇത് റിപ്പോർട്ടിലുള്ള 18,000. അപ്പോൾ നോർമലി അതിനേക്കാളും ബേഡ്സ് ചത്ത് പോയിട്ടുണ്ട് ഈ ഒരു സമയത്ത്. അപ്പോൾ ഏവിയൻ ബോട്ടുലിസം എന്നാണ് ആ ഒരു ഫിനോമിനൻ്റെ പേര്, മാസ് മോർട്ടാലിറ്റി. ഇങ്ങനെ ബേഡ്സ് ചത്തുപോകുമ്പോൾ, ഇത്രയും ബേഡ്സ് ചത്തുപോകുമ്പോൾ എന്താവും, ഇത് എവിടെയാണ് വീഴുക, ഇത് ഈ പിന്നെ വെള്ളത്തിൽ തന്നെയാണ് ഡ്രോൺ ചെയ്ത് ചത്തുപോകുന്നത്. പിന്നെ ഇതിൻ്റെ പാരലൈസ്ഡ് ആവും, മസിൽസൊക്കെ പാരലൈസ്ഡ് ആവും, പറക്കാൻ പറ്റാണ്ടാവും. അങ്ങനെ ഡ്രോൺ ചെയ്ത് ചത്തുപോകും ഈ ബേഡ്സൊക്കെ. ഈ ചത്തുപോകുന്ന ബേഡ്സിൻ്റെ ഒക്കെ കാക്കസസ് ഇതേപോലെ വെള്ളത്തിൽ കിടന്ന് അഴുകിയിട്ട് ഇത് വീണ്ടും ഒരു ചെയിൻ റിയാക്ഷന് കോസ് ചെയ്യും. അപ്പോൾ അതാണ് ഈ ഏവിയൻ ബോട്ടുലിസത്തിൻ്റെ ഒരു ഭീകരത എന്ന് പറയുന്നത്. ഇതൊരു നാച്ചുറൽ ഫിനോമിനനാണ്. ഇങ്ങനെ എല്ലാ വർഷവും ഏറിയും കുറഞ്ഞൊക്കെ ഈ ഒരു ഫിനോമിനൻ നടക്കുന്നുണ്ട്. 2019 ഇതൊരു ഹെവി മാസ് മോർട്ടാലിറ്റിക്ക് കോസ് ചെയ്ത് അങ്ങനെ പത്രത്തിലൊക്കെ വാർത്തയായിട്ടുണ്ടായിരുന്നു. ഓക്കെ,
മൂവിങ് ഓൺ. ആൻഡ് നെക്സ്റ്റ് ഈസ് പോയിൻറ്റ് കലിമേർ ബേർഡ് സാങ്ച്വറി, തമിഴ്നാടിൻ്റെ ഏകദേശം ഈ ഭാഗമാണ് രാമേശ്വരം. അതേപോലെ ഇപ്പുറത്തുള്ള ഈ ഒരു ഭാഗമുണ്ടല്ലോ, ഈ ഒരു ഭാഗത്താണ് പോയിൻറ്റ് കലിമേർ വൈൽഡ് ലൈഫ് സാങ്ച്വറി വരുന്നത്. വാസ്റ്റ് വേദാരണ്യം സ്വാമ്പ്, അവിടെ വലിയ വെറ്റ്ലാൻഡ് ഹാബിറ്റാറ്റാണുള്ളത്. അതിനെ വേദാരണ്യം സ്വാമ്പുകൾ എന്ന് നമ്മൾ പറയുന്നുണ്ട്. അവിടെയുള്ള വെജിറ്റേഷൻ ഒരു ഡ്രൈ എവർഗ്രീൻ ഫോറസ്റ്റ് വെജിറ്റേഷനാണ് അവിടെ ഉള്ളത്. ഓക്കെ, അവിടെ ധാരാളം മൈഗ്രേറ്ററി ബേർഡ്സ്. ഈ പടം കണ്ടില്ലേ, ഈ പടത്തിൽ കാണുന്ന ബേർഡിനെ നമ്മൾ പെയിൻറ്റഡ് സ്റ്റോർക്ക് എന്ന് പറയും കേട്ടോ. പെയിൻറ്റഡ് സ്റ്റോർക്ക് നിങ്ങൾ ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കാം. പെയിൻറ്റഡ് സ്റ്റോർക്കുകൾ നല്ല ഭംഗിയുള്ള ഒരു പക്ഷിയാണ്. നമ്മുടെ ഇവിടെയുള്ള വെറ്റ്ലാൻഡിലും ചില സമയത്ത് കാണാറുണ്ട് പെയിൻറ്റഡ് സ്റ്റോക്കിനെ. ചില സമയത്തൊക്കെ ധാരാളമായിട്ട് കാണാറുണ്ട്. ഓക്കെ, പെയിൻറ്റഡ് സ്റ്റോർക്ക്. അതേ സമയത്ത് ഇവിടെയുള്ള വേറൊരു പ്രത്യേകതയാണ് ഫെറൽ പോണീസ്. നിങ്ങൾ ഈ പടം കണ്ടോ? പോണീസ് പറഞ്ഞാൽ കുതിരകളാണ്. ഈ ഫെറൽ പോണീസിനെ, അതായത് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന പോണീസിനെ നമുക്ക് പോയിൻറ്റ് കലിമേർ ബേർഡ് സാങ്ച്വറിയിൽ കാണാം. അതെങ്ങനെയാണ് അവിടെ പോണീസ് വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പണ്ട് ബ്രിട്ടീഷുകാരുടെ സമയത്ത് അവിടെ ഒരു പോണി ബ്രീഡിംഗ് സെൻറ്റർ ബ്രിട്ടീഷ് ഗവൺമെൻറ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ ഈ മിലിറ്ററി പർപ്പസിനൊക്കെ വേണ്ടിയിട്ട് പോണീസിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പോണി ബ്രീഡിംഗ് സെൻറ്റർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പിന്നീട് അൺസക്സസ്ഫുൾ ആവുകയും അവിടെയുള്ള ബ്രീഡ് ചെയ്ത പോണീസിനൊക്കെ പിന്നീട് തുറന്നു പിടിയും പിന്നെ അത് ഫെറലായി മാറുകയും ചെയ്തു. ഫെറൽ എന്ന് പറഞ്ഞാൽ അലഞ്ഞു തിരിയുന്ന പോണീസായി മാറുകയും ചെയ്തു. അതിപ്പോഴും അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ പോയിൻറ്റ് കലിമേർ അങ്ങനെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയിരിക്കാം. ഓക്കെ, നെക്സ്റ്റ് ഈസ് രേണുക വെറ്റ്ലാൻഡ്. ഹിമാചൽ പ്രദേശിലുള്ള ഒരു ഇൻലാൻഡ് വെറ്റ്ലാൻഡാണ്, ഒരു ഫ്രഷ് വാട്ടർ ലേക്കാണ് രേണുക വെറ്റ്ലാൻഡ് ഒരു പിൽഗ്രിം സെൻറ്റർ കൂടിയാണ്. നിങ്ങൾ ഈ ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ ഇതാണ് രേണുക വെറ്റ്ലാൻഡ്. ഇവിടെയുള്ള ഒരു അമ്പലമുണ്ട്, ഇതിന് രേണുകാദേവി എന്ന് പറയും. രേണുകാദേവിയെ ഒരു പിൽഗ്രിം സെൻ്ററാണ്. ആൾക്കാർ അവിടെ വന്നിട്ട് പ്രാർത്ഥിക്കാനൊക്കെ ഒരു പിൽഗ്രിം സ്പോട്ട് കൂടിയാണ് കേട്ടോ. നാച്ചുറൽ വെറ്റ്ലാൻഡ് വിത്ത് ഫ്രഷ് വാട്ടർ സ്പ്രിങ്സ് ആൻഡ് ഇൻലാൻഡ് സബ്റ്ററേനിയൻ കാസ്റ്റ് ഫോർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ജോഗ്രഫിയിലൊക്കെ പഠിക്കുന്നുണ്ട്. കാസ്റ്റ് ഫോർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വാട്ടർ ഡ്രെയിനേജ് കൊണ്ടുണ്ടാകുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ലാൻഡ് ഫോർമേഷനാണ് കാസ്റ്റ് ഫോർമേഷൻ. ഈ ഗ്ലേഷ്യൽ അതേപോലെ സോയിൽ ഇറോഷൻ്റെ ഒക്കെ ഭാഗമായിട്ടുണ്ടാകുന്ന ലാൻഡ് ഫോംസിനാണ് നമ്മൾ കാസ്റ്റ് ഫോർമേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് എ സാക്രഡ് വെറ്റ്ലാൻഡ്. ഇവിടെയുള്ള രേണുകാദേവിയായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറേ ഐതിഹ്യങ്ങളൊക്കെ ഉണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സാക്രഡ് വെറ്റ്ലാൻഡാണ് രേണുക വെറ്റ്ലാൻഡ്. ഇറ്റ് ഈസ് സിറ്റുവേറ്റഡ് ഇൻ ശിവാലിക് ഹിൽസ് കേട്ടോ. ശിവാലിക് ഹിൽസാണ് ഈ കാണുന്നത്. ഈ ശിവാലിക് ഹിൽസിൻ്റെ ഒക്കെ വാലിയിലായിട്ടാണ് ഇത് കാണുന്നത്. ലാർജസ്റ്റ് ഇൻ ഹിമാചൽ പ്രദേശിലെ ലാർജസ്റ്റ് ആയിട്ടുള്ള വെറ്റ്ലാൻഡാണ് രേണുക വെറ്റ്ലാൻഡ്. നെക്സ്റ്റ് ഈസ് വൂളാർ ലേക്ക് എവിടെയാണ് കാണുന്നത്? ജമ്മു ആൻഡ് കാശ്മീരിലാണ് വൂളാർ ലേക്ക് കാണുന്നത്. ചലം റിവറിൻ്റെ ഒരു ഭാഗം, അതായത് ചലം റിവർ ഇങ്ങനെ ഒഴുകുമ്പോൾ അതിൻ്റെ ഒരു ഭാഗത്തായിട്ടാണ് ഈ പറയുന്ന വൂളാർ ലേക്ക് കാണുന്നത് കേട്ടോ. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കുക. പിന്നെ തുൽബുൽ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞ ഒരു ഇന്ത്യയുടെ ഒരു പ്രൊജക്റ്റായിരുന്നു. തടയണയായിരുന്നു അതുണ്ടായിരുന്നത്. ഈ തടയണ ഇന്ത്യ നിർമ്മിച്ചപ്പോൾ പാകിസ്ഥാനിന് അത് ഭയങ്കരമായിട്ടുള്ള പ്രശ്നം ഉണ്ടാക്കി. കാരണം ഇൻഡസ് വാട്ടർ ട്രീറ്റി പ്രകാരം ചലം റിവർ പാകിസ്ഥാന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അനുവാദമുണ്ട്, ഇന്ത്യക്ക് യൂസ് ചെയ്യാനുള്ള അനുവാദമില്ല. ഇന്ത്യക്ക് നോർമൽ വാട്ടേഴ്സ്, അതായത് ദൈനംദിന ആവശ്യങ്ങൾക്കുള്ള വാട്ടർ അവിടുത്തെ കമ്മ്യൂണിറ്റിക്ക് യൂസ് ചെയ്യാമെന്നല്ലാണ്ട് ലാർജ് ഇറിഗേഷൻ പ്രൊജക്റ്റുകളും തടയണകളും ഡാമുകളൊന്നും പണിയാൻ ഇന്ത്യക്ക് അനുവാദമില്ല. അപ്പോൾ തുൽബുൽ പ്രൊജക്റ്റിൽ അതൊരു തടയണയാണ് നിർമ്മിക്കാൻ ഇന്ത്യ ഉദ്ദേശിച്ചിരുന്നത്. അത് വാട്ടർ കൺസർവേഷന് വേണ്ടിയിട്ട് തന്നെയാണ്. ഒരു സമ്മർ സീസണിൽ ഡ്രോട്ട് സീസൺ വരുമ്പോഴത്തേക്കും വാട്ടർ കുറയും എന്നുള്ളൊരു പ്രശ്നം കാരണം ഒരു വാട്ടർ കൺസർവേഷൻ്റെ ഭാഗമായിട്ട് തടയണ നിർമ്മിക്കാനായിരുന്നു ഇന്ത്യയുടെ ശ്രമം ഉണ്ടായിരുന്നത്. അത് പാകിസ്ഥാൻ ഭയങ്കരമായിട്ട് അതിനെ ഒപ്പോസ് ചെയ്യുകയുണ്ടായി. അങ്ങനെ തുൽബുൽ പ്രൊജക്റ്റ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചലം റിവറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉണ്ട്. ലാർജസ്റ്റ് ഫ്രഷ് വാട്ടർ ലേക്ക് ഇൻ ഇന്ത്യ കേട്ടോ. ഇന്ത്യയിലെ ലാർജസ്റ്റ് ഫ്രഷ് വാട്ടർ ലേക്കാണ് വൂളാർ ലേക്ക് എന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കാം. ആൻഡ് നെക്സ്റ്റ് കംസ് ദ ദാൽ ലേക്ക്. ശ്രീനഗറിൽ നിങ്ങൾ കീർത്തിചക്ര സിനിമ കണ്ട സമയത്ത് നിങ്ങൾ ഉദാസെ മനത്ത് ആ പാട്ടുണ്ടല്ലോ, ആ പാട്ട് ശ്രീനഗറിലുള്ള ദാൽ ലേക്കിൽ നിന്നാണ് ഷൂട്ട് ചെയ്തത്. അപ്പോൾ അതിൽ കാണുന്ന കുറച്ച് എന്താ പറയുക തോണികൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, നല്ല കൂർത്തിരിക്കുന്ന സ്ലിമ്മായിട്ടുള്ള തോണികൾ. ഇതിനെയാണ് നമ്മൾ ഷിക്കാര എന്ന് പറയുന്നത്. ഈ ഷിക്കാര ഈ ദാൽ ലേക്കിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതേപോലെ ഈ ദാൽ ലേക്കിൽ കാണുന്ന വേറൊരു പ്രത്യേകതയാണ് ഫ്ലോട്ടിംഗ് ഗാർഡൻസ്. റാദ് എന്ന് പറയും, ലോക്കലി റാഡ് അല്ലെങ്കിൽ റാദ് എന്ന് പറയും. അവിടെയുള്ള ആൾക്കാർ വെജിറ്റേഷൻസ് ഒരു പ്രത്യേക രീതിയിൽ, ഈ ഫ്ലോട്ടിംഗ് വെജിറ്റേഷൻസിനെ ഒരു പ്രത്യേക രീതിയിൽ കൾട്ടിവേറ്റ് ചെയ്തിട്ട് ഒരു ഗാർഡൻ പോലെ ആക്കി വെച്ചിട്ടുണ്ട്. അത് വെജിറ്റബിൾസ് ഒക്കെ കൾട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഉപയോഗിക്കുന്നുണ്ട്. അതിനെ ഫ്ലോട്ടിംഗ് ഗാർഡൻസ് അല്ലെങ്കിൽ റാദ് എന്ന് പറയും. അത് ദാൽ ലേക്കിൻ്റെ ഒരു ക്യാരക്ടറാണ്. ഓക്കെ,
എന്താണ് ദാൽ ലേക്ക് ഈസ് ക്ലോസ്ലി അസോസിയേറ്റഡ് വിത്ത് ദി കൾച്ചർ ആൻഡ് ടൂറിസം ഓഫ് ശ്രീനഗർ പീപ്പിൾ ആൻഡ് ഇറ്റ് ഈസ് ക്ലോസ്ലി എച്ച്ഡ് ടു ദ കൾച്ചർ. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കിയിരിക്കുക. ദെൻ കംസ് ദ ലോണ ലേക്ക്. ലോണ ലേക്ക് മഹാരാഷ്ട്രയിലുള്ള ലോണ ലേക്കാണ്. ഇന്ത്യയിലെ വൺ ഓഫ് ദ ലാർജസ്റ്റ് ക്രേറ്റർ ലേക്കിന് എക്സാമ്പിളാണ് ലോണർ ലേക്ക്. മഹാരാഷ്ട്രയിലാണ് കാണുന്നത്. ക്രേറ്റർ ലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റിയോർ വന്നിട്ട് പണ്ട് ഉൽക്ക വന്നിട്ട് വീണ ആ ഒരു ഡിപ്രഷനിൽ ഉണ്ടായിരിക്കുന്ന ലേക്കാണ് ക്രേറ്റർ ലേക്ക് എന്ന് പറയുന്നത്. അത് ലോണാർ ലേക്ക് എക്സാമ്പിളാണ്, മഹാരാഷ്ട്രയിൽ കാണുന്നുണ്ട്. അതൊരു നാഷണൽ ജിയോ ഹെറിറ്റേജ് മോണുമെൻറ്റ് കൂടിയാണ്. അപ്പോൾ മെറ്റിയോറിനെ സംബന്ധിച്ച് നോക്കുമ്പോഴത്തേക്ക് അത് ജിയോളജിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സംഭവമാണല്ലോ. അപ്പോൾ ജിയോ ഹെറിറ്റേജ് മോണുമെൻറ്റ് കൂടിയാണ് ലോണാർ ലേക്ക്. ലേക്ക് ഈസ് ഹൈലി സലൈൻ ആൻഡ് ആൽക്കലൈൻ. അപ്പോൾ ഈ മിക്കവാറും ഈ ക്രേറ്റർ ലേക്ക് ആയതുകൊണ്ടായിരിക്കണം അതിൻ്റെ കെമിക്കൽസും അതിൻ്റെ ഈ പറയുന്ന എക്സോപ്ലാനറ്റിൻ്റെ ഒക്കെ ഇൻഫ്ലുവൻസ് കാരണം ഉണ്ടായേക്കുന്ന ഒരു ഹൈലി സലൈൻ ആൻഡ് ആൽക്കലൈൻ എൻവയൺമെൻറ്റാണ് ഈ പറയുന്ന ലോണാർ ലേക്കിനുള്ളത്. അതൊരു സമയമാകുമ്പോഴത്തേക്കും, ഒരു പ്രത്യേകിച്ച് ഈ ഡ്രോട്ടൊക്കെ വരുമ്പോഴത്തേക്കും കുറച്ചുകൂടി ഡ്രൈ ആകുമ്പോഴത്തേക്കും അവിടെ ഇതിൻ്റെ ഒരു കളർ ചേഞ്ച് വരുന്നുണ്ട്. ആ കളർ ചേഞ്ച് പിങ്കിഷൊക്കെ ആവും. അതിന് മിക്കവാറും മെയിനായിട്ടുള്ള കാരണം സോൾട്ട് ലെവൽ കൂടും, pH ഭയങ്കരമായിട്ട് ആൽക്കലൈനൊക്കെ ആകുന്ന സമയത്ത് അവിടെ ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു ബാക്ടീരിയ വന്നിട്ട് ആ ബാക്ടീരിയ ഒരു പ്രൊലിഫറേഷൻ കാരണം ഈ പറയുന്ന ലേക്കിൻ്റെ കളറ് പിങ്കായി മാറുന്നു. അപ്പോൾ ഇങ്ങനൊരു കളർ ചേഞ്ച് കൂടി ഈ ലോണാർ ലേക്കിനുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കാം. ആൻഡ് നെക്സ്റ്റ് കംസ് ദ ബയോസ്ഫിയർ റിസർവ്. എന്താണ് ബയോസ്ഫിയർ റിസർവ് എന്ന് വെച്ചാൽ ലാർജ് റെപ്രസെൻറ്റേറ്റീവ് ഏരിയാസ് ഓഫ് നാച്ചുറൽ ആൻഡ് കൾച്ചറൽ ലാൻഡ്സ്കേപ്പ്. ഒരു കൾച്ചറൽ ഇമ്പോർട്ടൻസ് ഉള്ള, നാച്ചുറൽ ഇമ്പോർട്ടൻസ് ഉള്ള വലിയ ലാൻഡ്സ്കേപ്പുകളെയാണ് ബയോസ്ഫിയർ റിസർവായിട്ട് ഡിസിഗ്നേറ്റ് ചെയ്യുന്നത്. ഇറ്റ് എക്സ്റ്റെൻഡ്സ് ഓവർ ടെറസ്ട്രിയൽ, കോസ്റ്റൽ ആൻഡ് മറൈൻ എക്കോസിസ്റ്റം. വലിയ എക്കോസിസ്റ്റത്തിനെയൊക്കെ കവർ ചെയ്തുകൊണ്ട് ഉണ്ടാക്കുന്ന വലിയ ഏരിയ ഡിസിഗ്നേറ്റ് ചെയ്യുന്ന ഏരിയ തന്നെയാണ് നമ്മൾ ബയോസ്ഫിയർ റിസർവ് എന്ന് പറയുന്നത്. ഇറ്റ് പ്രൊമോട്ട് കൺസർവേഷൻ ഓഫ് ബയോഡൈവേഴ്സിറ്റി, സയൻറ്റിഫിക് റിസർച്ച് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. അപ്പോൾ ആൾക്കാർക്ക് ഇതിലുള്ള റിസോഴ്സസ് യൂസ് ചെയ്യുകയും ചെയ്യാം, അതേ സമയത്ത് ബയോഡൈവേഴ്സിറ്റിയും കൾച്ചറൽ ഡൈവേഴ്സിറ്റിയും പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളൊരു ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഈ ഒരു ഏരിയ ഡിസിഗ്നേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഏരിയ ഉണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ അകത്ത് കൾച്ചറൽ ഡൈവേഴ്സിറ്റിയും പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ട്, ബയോഡൈവേഴ്സിറ്റിയും പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ട്. ബയോഡൈവേഴ്സിറ്റി പ്രൊട്ടക്ട് ചെയ്യുന്നത് മിക്കവാറും പ്രൊട്ടക്റ്റഡ് ഏരിയ ആയിട്ടുള്ള സാങ്ച്വറീസോ നാഷണൽ പാർക്കോ കാരണമായിരിക്കും. ഓക്കെ, അത് ആരാ ഡെസിഗ്നേറ്റ് ചെയ്യുന്നത്? യുനെസ്കോയുടെ മാൻ ആൻഡ് ബയോസ്ഫിയർ പ്രോഗ്രാം ഉണ്ട്. 1971 സ്റ്റാർട്ട് ചെയ്ത മാൻ ആൻഡ് ബയോസ്ഫിയർ പ്രോഗ്രാം ഉണ്ട്. ഇത് പ്രകാരം യുനെസ്കോ കുറച്ച് ഏരിയാസിനെ ബയോസ്ഫിയർ റിസർവായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേസമയത്ത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയും കുറച്ച് ഏരിയാസിനെ ബയോസ്ഫിയർ റിസർവായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഓക്കെ, ഇന്ത്യൻ കോണ്ടെക്സ്റ്റ് പറയുന്ന സമയത്ത് ഒരു ബയോസ്ഫിയർ റിസർവിന് പ്രധാനമായിട്ട് 3 ഏരിയാസാണുള്ളത്: കോർ സോൺ, ബഫർ സോൺ ആൻഡ് ട്രാൻസിഷൻ സോൺസ്. ഈ കോർ സോൺസിൽ ഈ പറയുന്ന ലീഗലി പ്രൊട്ടക്റ്റഡ് ആണ്, നോ ഹ്യൂമൻ ആക്ടിവിറ്റീസ് ഇസ് അലൗഡ്. ഈ ഫോട്ടോയിൽ കാണിച്ചിരിക്കുന്ന ഈ ഒരു പോർഷനാണ് നമ്മൾ കോർ സോൺ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ട് പുറകിലായിട്ട് ബഫർ സോൺ ഉണ്ട്. ആ ബഫർ സോണിൽ ലിമിറ്റഡ് ഹ്യൂമൻ ആക്ടിവിറ്റീസ് അലൗഡ് ആണ്, റിസർച്ച്, എഡ്യൂക്കേഷൻ ആൻഡ് എക്കോ ടൂറിസം അലൗഡ് ആണ് കേട്ടോ. ആൻഡ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയുള്ളതാണ് ട്രാൻസിഷൻ സോൺ, ഏറ്റവും ഔട്ടറിൽ വരുന്നത്. ഈ ട്രാൻസിഷൻ സോണിൽ സസ്റ്റൈനബിൾ ഹ്യൂമൻ സെറ്റിൽമെൻറ്റ്സും റിസോഴ്സ് യൂസൊക്കെ അലൗഡ് ആണ്. പ്രൊമോട്ട്സ് കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ്. അപ്പോൾ ഇതിനെ ഒരു സ്റ്റാറ്റ്യൂട്ടറി റെക്കഗ്നിഷൻ ഭാഷ, സ്റ്റാറ്റ്യൂട്ടറി ബാക്കിങ് ഇല്ല, പകരം ഇതിനെ കൾച്ചറൽ ഡൈവേഴ്സിറ്റി പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് റെസ്പെക്റ്റഡ് ഗവൺമെൻറ് ഇതിന് മുൻതൂക്കം കൊടുക്കണമെന്നാണ് പറയുന്നത്. ഓക്കെ, ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ പറയുകയാണെങ്കിൽ നമുക്ക് ഏകദേശം 18 ബയോസ്ഫിയർ റിസർവ്സ് ഇന്ത്യയിലുണ്ട്. അതിൽ 12 എണ്ണവും യുനെസ്കോ റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ മാപ്പിൽ കാണുന്ന ലൊക്കേഷൻസൊക്കെയാണ് ഇവിടെ നമ്മുടെ ഇന്ത്യയിലുള്ള ബയോസ്ഫിയർ റിസർവ്സിൻ്റെ ലൊക്കേഷനൊക്കെ. ഇവിടെ കാണുമ്പോൾ നന്ദാദേവി ബയോസ്ഫിയർ ഉണ്ട്, ഇവിടെ നീലഗിരി ബയോസ്ഫിയർ ഉണ്ട്, അഗസ്ത്യമല ബയോസ്ഫിയർ ഉണ്ട്, ഗൾഫ് ഓഫ് മാന്നാർ ഉണ്ട്, ഇവിടെ ഗ്രേറ്റ് നിക്കോബാർ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു 18ഓളം ബയോസ്ഫിയർ റിസർവ് നമുക്കുണ്ട്. അതിൽ 12 എണ്ണവും യുനെസ്കോ റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആദ്യം നമുക്ക് നീലഗിരി ബയോസ്ഫിയർ റിസർവിനെ കുറിച്ച് പറയാം. നീലഗിരി ബയോസ്ഫിയർ റിസർവ് എന്ന് പറയുമ്പോൾ ഇന്ത്യസ് ഫസ്റ്റ് ബയോസ്ഫിയർ റിസർവാണ്. 1986 ഇത് ഡെസിഗ്നേറ്റ് ചെയ്തിരിക്കുന്നത്. കേരള, കർണാടക, തമിഴ്നാട് ബോർഡറിലാണ് ഈ പറയുന്ന നീലഗിരി ബയോസ്ഫിയർ ഉള്ളത്. ഏകദേശം ഈ കാണുന്ന എൻറ്റയർ ഏരിയ നീലഗിരി ബയോസ്ഫിയറിൻ്റെ ഭാഗമാണ്. കർണാടക, കേരള ആൻഡ് തമിഴ്നാട് ഈ 3 സ്റ്റേറ്റിലും വ്യാപിച്ച് കിടക്കുന്നതാണ്. അപ്പോൾ അവിടെ ഏതൊക്കെ പ്രൊട്ടക്റ്റഡ് ഏരിയ ഉണ്ട്? നമ്മൾ നേരത്തെ സംസാരിച്ച മുതുമലൈ നാഷണൽ പാർക്ക്, അതുപോലെ മുതുമലൈ, മുക്കുർത്തി, നാഗർഹോളെ നാഷണൽ പാർക്ക്, ബന്ദിപ്പൂർ ടൈഗർ റിസർവുകൾ, സൈലന്റ് വാലി നാഷണൽ പാർക്ക്, വയനാട് സത്യമംഗലം വൈൽഡ് ലൈഫ് സാങ്ച്വറീസ്, അങ്ങനെ ധാരാളം പ്രൊട്ടക്റ്റഡ് ഏരിയ ഈ ഒരു നീലഗിരി ബയോസ്ഫിയറിൻ്റെ ഭാഗമായിട്ട് ഉണ്ട്. ഓക്കെ,
ദെൻ കംസ് ദ അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവ്. ഇപ്പോൾ കേരളത്തിൻ്റെയൊക്കെ സദൺ പോർഷനിൽ അല്ലെങ്കിൽ വെസ്റ്റേൺ ഘട്ട്സിൻ്റെ സദൺ പോർഷനിൽ കാണുന്ന ബയോസ്ഫിയർ റിസർവാണ് അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവ്. സദൺ ടിപ്പ് ഓഫ് വെസ്റ്റേൺ ഘട്ട്സിലാണ് കാണുന്നത്. യുണീക്ക് സ്പീഷീസ് അസംബ്ലേജസ് ആണ്, ധാരാളം എൻഡമിക് ആയിട്ടുള്ള പ്ലാന്റ്സും ആനിമൽസും അവിടെയുണ്ട്. കാണി ട്രൈബ് എന്ന് പറയുന്ന ഒരു പ്രത്യേക വിഭാഗത്തിൽ കാണിക്കാർ അല്ലെങ്കിൽ കാണി ട്രൈബ്സാണ് അവിടെ പിന്നെ ഇൻഹാബിറ്റ് ചെയ്യുന്നത്. അവിടെയുള്ള പ്രൊട്ടക്റ്റഡ് ഏരിയ ഏതൊക്കെയാണ്? നെയ്യാർ, പേപ്പാറ, ശെന്തുരുണി വൈൽഡ് ലൈഫ് സാങ്ച്വറി, കാളക്കാട് മുണ്ടൻതുറൈ ടൈഗർ റിസർവ്, ഇതൊക്കെയാണ് ഇവിടെ കാണുന്ന പ്രധാനപ്പെട്ട പ്രൊട്ടക്റ്റഡ് ഏരിയാസ്. ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ലൊക്കേറ്റഡ് ഇൻ ദ അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവ്. അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവിൽ കാണുന്ന പ്രൊട്ടക്റ്റഡ് ഏരിയ ഏതൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. നിങ്ങൾ ഓപ്ഷൻ ഏതെന്ന് നോക്കിയേ. നെയ്യാർ, പേപ്പാറ, ശെന്തുരുണി ആൻഡ് കാളക്കാട് മുണ്ടൻതുറൈ ടൈഗർ റിസർവ്. ഓപ്ഷൻ എ ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ വരുന്നത് കേട്ടോ. പിന്നെ ബാക്കിയൊക്കെ ഇപ്പോൾ സത്യമംഗലം വൈൽഡ് ഇവിടെയൊക്കെ മുതുമലയൊക്കെ വരുന്നത് നീലഗിരിയിലാണ്. സൈലന്റ് വാലി നാഷണൽ പാർക്കൊക്കെ വരുന്നത് നീലഗിരിയിലാണ്. അതുപോലെ കൗഡിന്യ, ഗുണ്ട്ല, ബ്രഹ്മേശ്വരം ആൻഡ് പാപികൊണ്ട ഇതൊക്കെ ആന്ധ്രാപ്രദേശിൻ്റെ ഭാഗമാണ് കേട്ടോ. അത് അഗസ്ത്യാവനത്തിൻ്റെ ഭാഗമല്ല. അതേപോലെ ശ്രീ വെങ്കടേശ്വര വൈൽഡ് ഇതൊക്കെ ആന്ധ്രാപ്രദേശിൽ വരുന്ന പിന്നെ വൈൽഡ് ലൈഫ് സാങ്ച്വറീസാണ്. ഓക്കെ, ദെൻ കംസ് ദ കാഞ്ചൻജംഗ ബയോസ്ഫിയർ റിസർവ്. കാഞ്ചൻജംഗ എന്ന് പറയുന്നത് നിങ്ങൾ കണ്ടില്ലേ, ഈ ഇന്ത്യയുടെ സിക്കിം, ഇതാണ് സിക്കിം, ഇത് ഭൂട്ടാൻ, അരുണാചൽ പ്രദേശ്. ഈ സിക്കിമിൻ്റെ ഏകദേശം ഈ ഭാഗത്ത് കാണുന്ന പിന്നെ ബയോസ്ഫിയർ റിസർവിനെയാണ് നമ്മൾ കാഞ്ചൻജംഗ ബയോസ്ഫിയർ റിസർവ് എന്ന് പറയുന്നത്. ഇതൊരു മിക്സ്ഡ് ഹെറിറ്റേജ് സൈറ്റാണ്, ബോത്ത് കൾച്ചറൽ ആൻഡ് നാച്ചുറൽ ഹെറിറ്റേജ് സൈറ്റാണ്. ഇന്ത്യക്ക് ഉള്ള മിക്സഡ് ഹെറിറ്റേജ് സൈറ്റ് കാഞ്ചൻജംഗയാണുള്ളത്. ആൻഡ് ഇറ്റ് പ്രൊട്ടക്ട്സ് റെഡ് പാണ്ട ആൻഡ് സ്നോ ലെപ്പേർഡ്. ഹിമാലയൻ റീജിയനാണ്, അവിടെ റെഡ് പാണ്ട കാണും, അതുപോലെ സ്നോ ലെപ്പേർഡും കാണും. സെമു ഗ്ലേഷ്യർ കാണുന്നത് കാഞ്ചൻജംഗ ബയോസ്ഫിയർ റിസർവിലാണെന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കുക കേട്ടോ. ആൻഡ് ദെൻ കംസ് ദ റാൺ ഓഫ് കച്ച്. റാൺ ഓഫ് കച്ച് ഗുജറാത്തിൻ്റെ നോർത്തേൺ സൈഡിലുള്ള പോർഷനാണ്, നമുക്കറിയാം റാൺ ഓഫ് കച്ച് പിന്നെ ബയോസ്ഫിയർ റിസർവ്. അതിൽ ഏതൊക്കെ നദികൾ മെയിനായിട്ടുള്ളത്? ലൂണി, റൂപ്പൻ, ബനസ് റിവറൊക്കെ അവിടെ പിന്നെ റാൺ ഓഫ് കച്ചിൽ എൻഡ് ചെയ്യുന്ന റിവേഴ്സാണ്. ഫേമസ് ഫോർ ഫ്ലെമിംഗോസ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫ്ലെമിംഗോസ്, സാമ്പാർ ലേക്കിൻ്റെ കേസ് നമ്മൾ പറഞ്ഞ പോലെ റാൺ ഓഫ് കച്ചിലും ധാരാളം ഫ്ലെമിംഗോസ് വരുന്നുണ്ട്. 3 ബസ്റ്റാർഡ് സ്പീഷീസ് നമ്മൾ പറഞ്ഞല്ലോ, ഗ്രേറ്റർ ലെസർ ഫ്ലോറയ്ക്ക് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ്, ഇതൊക്കെ ബസ്റ്റാർഡ് ഫാമിലിയിൽ വരുന്ന ആൾക്കാരാണ്. അപ്പോൾ 3 ബസ്റ്റാർഡ് സ്പീഷീസും പ്രൊട്ടക്റ്റഡ് ആയിട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ് റാൺ ഓഫ് കച്ച് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ ഫേമസ് ഫോർ ബന്നി ഗ്രാസ് ലാൻഡ്സ്. ഒരു പ്ലെയിനിൽ കാണുന്ന ഒരു ഗ്രാസ് ലാൻഡാണ് ബന്നി ഗ്രാസ് ലാൻഡ്സ്, അതും റാൺ ഓഫ് കച്ചിലുണ്ട്. അതുപോലെ ഇറ്റ് പ്രൊട്ടക്ട്സ് ഇന്ത്യൻ വൈൽഡ് ആസ്. ഈ ഫോട്ടോയിൽ കാണുന്നത് ഇന്ത്യൻ വൈൽഡ് ആസ് ആണ്. ഇതിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ഏരിയ കൂടിയാണ് റാൺ ഓഫ് കച്ച് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. നന്ദാദേവി ബയോസ്ഫിയർ റിസർവ്. നന്ദാദേവി ബയോസ്ഫിയർ ഉത്തരാഖണ്ഡിലുള്ള ബയോസ്ഫിയർ റിസർവാണ്. നിങ്ങൾ ഈ മാപ്പ് നോക്കിയാൽ മനസ്സിലാവും, ഈ ഒരു ഏരിയ ആണ്, അതായത് വാലി ഓഫ് ഫ്ലവേഴ്സ് നാഷണൽ പാർക്കും നന്ദാദേവി നാഷണൽ പാർക്കും കാണുന്ന ഈ ഒരു ഏരിയയാണ് പിന്നെ നന്ദാദേവി ബയോസ്ഫിയറിലുള്ളത്. നന്ദാദേവി ആൻഡ് വാലി ഓഫ് ഫ്ലവേഴ്സ് നാഷണൽ പാർക്ക് കാണുന്നുണ്ട്. അതേപോലെ ഋഷിഗംഗ എന്ന് പറയുന്ന ഒരു പിന്നെ നദി കൂടി അതിലേക്ക് ഒഴുകുന്നുണ്ട്. ഋഷിഗംഗ, അതായത് ഈ അളകനന്ദ ഉണ്ടല്ലേ, ഈ അളകനന്ദ ഇങ്ങനെ ഒഴുകിയിട്ട് അത് ഈ വഴിയാണ് ഇങ്ങനെ ഒഴുകുക. അളകനന്ദയുടെ ഒരു ട്രിബ്യൂട്ടറിയാണ് ഋഷിഗംഗ. ഏകദേശം ഈ ഒരു ഭാഗത്താണ് ഋഷിഗംഗ, ആ സമയത്ത് അതിന് ഋഷിഗംഗ എന്ന് പറയാം. പിന്നെ താഴേക്ക് വരുമ്പോഴത്തേക്കും അളകനന്ദയായിട്ട് അത് മാറും. അത് പിന്നെ ഈ ഋഷിഗംഗ എന്ന് പറയുന്ന പുഴ ഒഴുകുന്നത് ഈ നന്ദാദേവി ബയോസ്ഫിയർ റിസർവിലെ കൂടിയാണ്. ആൻഡ് ഇറ്റ് പ്രൊട്ടക്ട്സ് ഹിമാലയൻ മസ്ക് ഡിയർ, ഹിമാലയൻ സെറോ ആൻഡ് നീലഗിരി താർ. അതിൻ്റെ ഫോട്ടോസ് നമുക്കൊന്ന് നോക്കാം. ഈ പറയുന്ന മസ്ക് ഡിയർ ആണ് കേട്ടോ, ഇതാണ് മസ്ക് ഡിയർ. ഈ മസ്ക് ഡിയറിന് ഈ കാണുന്ന 2 തേറ്റപ്പല്ലുകൾ ഇവിടെ കാണാം. നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 2 പല്ലുകൾ പോലെ ഇങ്ങനെ കൂർത്തിരിക്കുന്ന 2 പല്ലുകൾ കാണാം മസ്ക് ഡിയറിന്. മസ്ക് ഡിയർ കസ്തൂരിമാൻ എന്ന് നമ്മൾ പറയും. ഇതിൻ്റെ ഏകദേശം ഈ ബെല്ലിയുടെ ഒക്കെ ഭാഗമായിട്ട്, ഈ ഒരു ബെല്ലിയുടെയൊക്കെ ജെനിറ്റൈൽസിൻ്റെയും ബെല്ലിയുടെയൊക്കെ മധ്യഭാഗത്തായിട്ട് ഒരു ഗ്ലാൻഡ് ഉണ്ട്, മസ്ക് ഗ്ലാൻഡ് എന്ന് പറഞ്ഞ ഒരു കുഞ്ഞു ഗ്ലാൻഡ്. അപ്പോൾ ഇതിൻ്റെ ആ മസ്ക് ഗ്ലാൻഡ് എടുത്തിട്ട് അതിനെ മിക്കവാറും കൊന്നിട്ടാണ് ആ ഗ്ലാൻഡ് എടുക്കുക. അപ്പോൾ ഫീമെയിൽസിലാണെങ്കിൽ ആ ഗ്ലാൻഡ് ഇല്ല. മസ്ക് ഡിയറിൻ്റെ മെയിൽസിൽ മാത്രമേ, അതായത് അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഗ്ലാൻഡ് അവർക്കുള്ളത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ആൻഡ് ദെൻ കംസ് ദ ഹിമാലയൻ താർ. നമുക്ക് നീലഗിരി താറുണ്ട് പിന്നെ വെസ്റ്റേൺ ഘാട്ട്സിൽ. ഹിമാലയൻ താറുള്ളത് പിന്നെ ഹിമാലയാസിലാണ്. ഇതാണ് ഹിമാലയൻ താറിൻ്റെ ഫോട്ടോ. അതുപോലെ ഹിമാലയൻ സെറോ എന്ന് പറയുന്ന ഒരു വിഭാഗം, അതായത് ഹോഴ്സും അല്ല പിന്നെ പശുവല്ല, അതുപോലെയുള്ള ഒരു ആടുമല്ല, അങ്ങനത്തെ ഉള്ളൊരു പിന്നെ ഒരു അതിൻ്റെയൊക്കെ ഒരു മിക്സ് ആയിട്ടുള്ളൊരു പിന്നെ അതുപോലെ ഇരിക്കുന്ന ഒരു ആനിമലാണ് ഹിമാലയൻ സെറോ എന്ന് പറയുന്നത്. ഓക്കെ,
ഹിമാലയൻ സെറോനിയം നമ്മുടെ ഈ നന്ദാദേവി ബയോസ്ഫിയർ റിസർവിൽ പ്രൊട്ടക്ട് ചെയ്തിരിക്കുന്നുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കാം. ഓക്കെ. ആൻഡ് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ സൈറ്റ് ഫോർ ദ ഇൻസിറ്റു മെത്തേഡ് ഓഫ് കൺസർവേഷൻ ഓഫ് ഫ്ലോറ. താഴെ പറഞ്ഞാൽ ഇൻസിറ്റു മെത്തേഡ്, അതായത് ഓൺ സൈറ്റ് കൺസർവേഷൻ അല്ലാത്ത മെത്തേഡ് ഏതാണെന്ന് ചോദിക്കുന്നത്. ബയോസ്ഫിയർ റിസർവ് ഇൻസിറ്റു ആണ്, ബൊട്ടാണിക്കൽ ഗാർഡൻ ഇൻസിറ്റു അല്ല, നാഷണൽ പാർക്ക് ഇൻസിറ്റു ആണ്, വൈൽഡ് ലൈഫ് സാങ്ച്വറി ഇൻസിറ്റു ആണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റായിട്ട് വരുന്നത്. ഓക്കെ. വേറെ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ഇൻ വിച്ച് വൺ എമംഗ് ദ ഫോളോയിങ് കാറ്റഗറീസ് ഓഫ് പ്രൊട്ടക്റ്റഡ് ഏരിയാസ് ഇൻ ഇന്ത്യ ആർ ലോക്കൽ പീപ്പിൾ നോട്ട് അലൗഡ് ടു കളക്ട് ആൻഡ് യൂസ് ദ ബയോമാസ്. ലോക്കൽ പീപ്പിൾ പിന്നെ കളക്ട് ചെയ്യാനോ യൂസ് ചെയ്യാനോ ബയോമാസ് പാടില്ലാത്തത് എവിടെയാണെന്നാണ് ചോദിക്കുന്നത്. വൈൽഡ് ലൈഫ് സാങ്ച്വറീസിൽ പെർമിറ്റഡ് ആണ് അല്ലേ, ഗവൺമെൻറ്റിന് പെർമിറ്റ് ചെയ്യാം. രാംസർ സൈറ്റിലും അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ ഒന്നും പറയുന്നില്ല, അതിനൊരു ലീഗൽ ബാക്കിംഗ് ഇല്ല. അതൊരു റെക്കഗ്നൈസ്ഡ് സൈറ്റാണെന്നില്ല, അതിനൊരു ലീഗൽ ബാക്കിംഗ് ഇല്ല. ബയോസ്ഫിയർ റിസർവിലും കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷനൊക്കെ അവർ പിന്നെ എന്താണ് എംഫസൈസ് ചെയ്യുന്നുണ്ട്, കൾച്ചറൽ ഡൈവേഴ്സിറ്റി പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ലിമിറ്റഡ് ആയിട്ടുള്ള കളക്ഷൻ ബയോസ്ഫിയർ റിസർവിൽ അലൗഡാണ്. പക്ഷേ നാഷണൽ പാർക്കിൽ സ്റ്റാറ്റ്യൂട്ടറി ബാക്കിംഗ് ഉള്ളതുകൊണ്ട് തന്നെ നാഷണൽ പാർക്കിൽ ഇത്തരം ആക്ടിവിറ്റീസ് ഒന്നും പാടില്ല. സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ആൻഡ് ഇത്രയൊക്കെയാണ് നമുക്ക് പ്രൊട്ടക്റ്റഡ് ഏരിയ നെറ്റ്വർക്കിനെ കുറിച്ചിട്ടും ഇന്ത്യയിലെ പ്രൊട്ടക്റ്റഡ് ഏരിയ നെറ്റ്വർക്ക് ഏതൊക്കെയാണെന്നുള്ളതിനെ കുറിച്ചിട്ട് നമുക്ക് ഏകദേശം ഒരു ധാരണ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് പ്രൊട്ടക്റ്റഡ് ഏരിയാസിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഓക്കെ, അടുത്ത ക്ലാസ് കാണുന്നവരേക്കും ബൈ.